ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 38. അർജുൻ വിഷം നിറച്ച സിറിഞ്ച് ജാൻവിയുടെ കഴുത്തിന് നേരെ പിടിച്ചു. അവളെ രക്ഷിക്കാൻ വേണ്ടി ആര്യൻ അർജുന്റെ മുമ്പിൽ തല കുമ്പിട്ടിരുന്നു. അർജുന്റെ ശ്രദ്ധ മുഴുവൻ ആര്യനിലായതും മാഗി അവളുടെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന തോക്കെടുത്ത് അർജുന് നേരെ വെടിയുതിർത്തു. മാഗിയുടെ ഉന്നം കറക്റ്റ് ആയിരുന്നു. ബുള്ളറ്റ് അർജുന്റെ കയ്യിൽ തന്നെ കൊണ്ടു. അവന്റെ കൈയപ്പോൾ ജാൻവിയുടെ മുഖത്തിന് നേരെയായിരുന്നു പിടിച്ചിരുന്നത്. ബുള്ളറ്റ് കൊണ്ടതും കയ്യിൽ നിന്നും രക്തം ഒന്നാകെ ജാൻവിയുടെ മുഖത്തേക്ക് തെറിച്ചു. അവൾ പേടിച്ച് നിലവിളിച്ചു. അപ്പോൾ പൂജ വിചാരിച്ചത് ആ ബുള്ളറ്റ് നേരെ ജാൻവിയുടെ മുഖത്തേക്കാണ് കൊണ്ടത് എന്നാണ്. അത് വിചാരിച്ച അവളും വേദന കൊണ്ട് അർജുനും ഉറക്കെ നിലവിളിച്ചു. ഒരു നിമിഷം ബുള്ളറ്റ് ജാൻവിക്കാണ് കൊണ്ടതെന്ന് ആര്യനും വിചാരിച്ചു പോയി. അവളുടെ മുഖത്തെ രക്തം കണ്ടതും അവൻ പേടിച്ച് അവളുടെ അടുത്തേക്ക് ഓടി. അർജുൻ വേദന കൊണ്ട് നിലത്തിരുന്നു. സിറിഞ്ച് അവന്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു. മാഗി വേഗം മുമ്പോട്ട് ചെന്ന് ആ സിറിഞ്ച് കൈക്കലാക്കി. ജാൻവിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ആര്യൻ അർജുനെ അടിക്കാൻ തുടങ്ങി. മാഗി ഇടയിൽ ചെന്നില്ലായിരുന്നെങ്കിൽ അവൻ ദേഷ്യം കൊണ്ട് അർജുനെ കൊന്നേനെ. മാഗി ആര്യനോട് പറഞ്ഞു, മാസ്റ്റർ, നിങ്ങളവരെ കൊല്ലരുത്. ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് വിട്ടേക്ക്. പൂജ അപ്പോഴേക്കും ജാൻവിയുടെ കയ്യിലെയും കാലിലെയും കെട്ടുകൾ അഴിച്ചു. മാഗി അപ്പോൾ ആ കയറെടുത്ത് അർജുനെ വരിഞ്ഞു മുറുക്കി. ആര്യന്റെ മുഖത്ത് അപ്പോഴും അർജുനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. അത് കണ്ട പൂജ പറഞ്ഞു, ആര്യൻ, ഇനി അവൻ അടിക്കണ്ട. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അത് വലിയ പ്രശ്നമാവും. നമുക്കിവനെ പോലീസിൽ ഏൽപ്പിക്കാം. അവരിവനെ കൈകാര്യം ചെയ്തോളും. ആര്യൻ ഒന്നുകൂടെ അർജുനെ ഇടിച്ചതിന് ശേഷം ഒന്നും മിണ്ടാതെ കുറച്ച് മാറി നിന്ന് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. എന്നിട്ട് വിശ്വനാഥൻ അങ്കിളിനെ വിളിച്ചു. അപ്പോഴേക്കും പുലർച്ചെ 4 മണി കഴിഞ്ഞിരുന്നു. ആര്യന്റെ നമ്പർ ഫോണിൽ കണ്ടതും വിശ്വനാഥൻ ചാടി എഴുന്നേറ്റ് അതെടുത്തു. അപ്പോൾ ആര്യൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റികളെല്ലാം എവിടെ പോയി? ഈ അർജുൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അർജുൻ എന്ന പേര് കേട്ടതും വിശ്വനാഥൻ ഞെട്ടിപ്പോയി. എന്നിട്ട് ചോദിച്ചു, അർജുനോ? അവനെപ്പോഴാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്? അത് കേട്ട ആര്യൻ പറഞ്ഞു, അങ്കിൾ, അതെങ്ങനെ എനിക്കറിയാം? ജയിലിൽ നിന്ന് ഇറങ്ങിയ മാത്രമല്ല, അവൻ എന്നെ ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ അവൻ എന്റെ ഫ്രണ്ട് ജാൻവിയെ തട്ടിക്കൊണ്ട് പോയി അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെയാണോ? എങ്കിലും അവൻ ഒറ്റയ്ക്കല്ല. അവന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. വിശ്വനാഥന്റെ വാക്കുകൾ കേട്ട ആര്യൻ ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിലത് ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. പിന്നെ ഈ അർജുനെയും ഡീൽ ചെയ്യണം. ഇനി അവൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതും പറഞ്ഞ് ആര്യൻ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അവൻ മാഗിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, വിശ്വനാഥൻ അങ്കിളിന്റെ സെക്യൂരിറ്റികൾ ഉടനെ ഇവിടെ എത്തും. അവരിവനെ കൊണ്ടുപോയിക്കോളും. ഇവനെ കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ ആരാണ് ഇവന്റെ പിന്നിലുള്ളത് എന്ന് അറിയാൻ പറ്റൂ. അവര് വരുന്നവരെ നീ ഇവിടെ ഇരിക്കണം. ജാൻവിയുടെ അവസ്ഥ മോശമാണ്. ഞാൻ അവളെയും കൊണ്ട് ടെന്റിലേക്ക് തിരികെ പോട്ടെ. അവിടെ ഹെലികോപ്റ്ററുകളുണ്ടല്ലോ, അവിടെ നിന്നും നേരെ താഴേക്ക് ജാൻവിയെയും കൊണ്ടുപോവാം. മാഗി പറഞ്ഞു, ഓക്കെ മാസ്റ്റർ, നിങ്ങൾ പോകുന്നതിന് മുൻപായി ഞാൻ അവിടെ എത്തിയിരിക്കും. ആര്യൻ സമ്മതിച്ചു. എന്നിട്ട് നേരെ ജാൻവിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ പേടി കൊണ്ടും വേദന കൊണ്ടും കരയുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കൊണ്ട് അവളുടെ മാനസികാവസ്ഥ ആകെ തെറ്റിയിരുന്നു. ആര്യൻ അവളെ എഴുന്നേക്കാൻ സഹായിച്ചപ്പോൾ അവൾ വേദന കൊണ്ട് കരഞ്ഞു. അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു. ജാൻവിയുടെ പല ഇടങ്ങളിൽ നിന്നായി രക്തം വരുന്നുണ്ടായിരുന്നു. ആര്യൻ മെല്ലെ അവളെ താങ്ങിയെടുത്ത് ടെന്റിന് നേരെ നടന്നു. അവർ ടെന്റിൽ എത്തിയ സമയം കൊണ്ട് തന്നെ മാഗിയും അങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ ആര്യൻ അവളെ ചോദ്യഭാവത്തിലൊന്ന് നോക്കി. അർജുനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അവൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. പൂജ അപ്പോൾ ആകെ കൺഫ്യൂഷനിലായിരുന്നു. ആരാണ് യഥാർത്ഥത്തിൽ മാഗി എന്നാണ് അവൾ ചിന്തിച്ചത്. പക്ഷെ ഇപ്പോൾ ജാൻവിയെ ശ്രദ്ധിക്കുക എന്നതിനായിരുന്നു പ്രാധാന്യം എന്നതുകൊണ്ട് അവൾ ഒന്നും ചോദിച്ചില്ല. ടെന്റിന്റെ അടുത്തെത്തിയതും ആര്യൻ ഹെലികോപ്റ്റർ പൈലറ്റിനെ വിളിച്ചുണർത്തി. അവൻ അയാളോട് ഹെലികോപ്റ്റർ റെഡിയാക്കി നിർത്താൻ പറഞ്ഞു. ശേഷം മേഘം അവന്റെയും ജാൻവിയുടെയും ബാഗുകൾ കയ്യിലെടുത്തു. എന്നിട്ട് പൂജയോട് പറഞ്ഞു, ജാൻവിക്ക് ഒട്ടും വയ്യ. അവൾക്ക് ഒരുപാട് മുറിവേറ്റിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി അവൾ നന്നായി പേടിച്ചിട്ടുണ്ട്. അവൾക്കിനി ക്യാമ്പിൽ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ആരെങ്കിലും ഇവളെ ഈ അവസ്ഥയെ കണ്ട അത് പിന്നെ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ ജാൻവിയെയും കൊണ്ട് പോവാണ്. ആദ്യം ഞാൻ താഴെയുള്ള മെഡിക്കൽ ബസ്സിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. അതിനുശേഷം നേരെ സിറ്റിയിലേക്ക് തിരിച്ചു പോകും. അത് കേട്ട പൂജ പറഞ്ഞു, അതെ, അത് തന്നെയാണ് നല്ലത്. ജാൻവിയെ കൊണ്ടുപോയിക്കോളൂ. എനിക്കിവളെ ഈ അവസ്ഥയെ കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പോൾ ആര്യൻ ചോദിച്ചു, നിനക്ക് ഒറ്റയ്ക്ക് ക്യാമ്പ് മാനേജ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി, ഞാൻ കൈകാര്യം ചെയ്തോളാം. പൂജ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ട്രിപ്പിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. നീ ഇപ്പൊ തന്നെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ടല്ലോ. നീ ജാൻവിയെയും കൊണ്ടുപോയി അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്ക്. ആര്യൻ ഒന്ന് മൂളി. പിന്നെ നീരെ എഴുന്നേറ്റ അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ആരെങ്കിലും എന്നെയും ജാൻവിയെയും കുറിച്ച് ചോദിച്ചാൽ എന്തെങ്കിലും കള്ളം പറഞ്ഞേക്ക്. ആരോടും ഈ കാര്യങ്ങളൊന്നും പറയണ്ട. പൂജ സമ്മതിച്ചു.
അപ്പോഴേക്കും പൈലറ്റ് ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറാക്കി വെച്ചിരുന്നു. അതിന്റെ മുകളിലെ ബ്ലേഡുകൾ കറങ്ങാൻ തുടങ്ങിയതും വലിയ ശബ്ദം ഉണ്ടാവാൻ തുടങ്ങി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന പലരും അത് കേട്ട് ഉണർന്നു. ചിലർ വിചാരിച്ചത് എന്തോ ഭൂകമ്പം ഉണ്ടാകുന്നു എന്നാണ്. ചിലർ ബോംബാണോ എന്ന് സംശയിച്ചു. എല്ലാവരും പരസ്പരം പലതും പറയാൻ തുടങ്ങി. അപ്പോഴേക്കും ആര്യൻ ജാൻവിയെയും കൊണ്ട് ഹെലികോപ്റ്ററിൽ കയറി. മാഗിയോടും അവരുടെ കൂടെ കയറാൻ പറഞ്ഞു. ശേഷം ഡോറെല്ലാം ക്ലോസ് ചെയ്ത് പൈലറ്റിനോട് ടേക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞു. ആരും ജാൻവിയെ കാണരുതെന്ന് ആര്യൻ ആഗ്രഹിച്ചു. ജാൻവി എപ്പോഴും ആര്യന്റെ ഷർട്ടായിരുന്നു ധരിച്ചിരുന്നത്. അത് മുഴുവൻ രക്തമായിരുന്നു. ആരെങ്കിലും ഈ അവസ്ഥയിൽ അവളെ കണ്ട എന്തെങ്കിലും സംശയിച്ച് കളയുമോ എന്നവൻ ഭയന്നു. ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയർന്നെങ്കിലും താഴെയുള്ള ബഹളം ആര്യൻ കണ്ടിരുന്നു. പൂജ അതെല്ലാം കൃത്യമായി ഹാൻഡിൽ ചെയ്യുമെന്ന വിശ്വാസം അവനുണ്ടായിരുന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ ഹെലികോപ്റ്റർ താഴെ മെഡിക്കൽ ബസിന്റെ അവിടെ എത്തി. അർജുൻ കാട്ടിലൂടെ വലിച്ചുകൊണ്ട് പോയത് കാരണം ജാൻവിയുടെ ദേഹത്ത് ഒരുപാട് പോറലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും സീരിയസ് അല്ലായിരുന്നു. എങ്കിലും ആ ട്രോമ അവളെ സംബന്ധിച്ച് ഭീകരമായിരുന്നു. അവൾ അപ്പോഴും പേടികൊണ്ട് വിറച്ചു. ഡോക്ടർ അവൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. റിസോർട്ട് ആര്യന് വേണ്ടി ഒരു പ്രത്യേക ലക്ഷറി ബസ് തന്നെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഒരു സഞ്ചരിക്കുന്ന അപ്പാർട്ട്മെന്റ് പോലെയുള്ളതായിരുന്നു. അതിന് 2 ഫ്ലോറുണ്ട്. താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമും കിച്ചനും ബാത്റൂമും എല്ലാം ഉണ്ട്. മുകളിലെ ഫ്ലോറിലും ഒരു ബെഡ്റൂമും ബാത്റൂമും ഉണ്ട്. മെഡിക്കൽ ബസ്സിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തതിന് ശേഷം ആര്യൻ ജാൻവിയെ ലക്ഷറി ബസ്സിലേക്ക് മാറ്റി. എന്നിട്ട് അവളോട് പറഞ്ഞു, ജാൻവി, നീ പോയിന്ന് കുളിച്ചിട്ട് വാ. ബാത്റൂമിൽ ചൂടുവെള്ളം ഉണ്ടാവും. കുളിച്ചാൽ തന്നെ ഒരു സുഖം തോന്നും. എന്നിട്ട് എന്തെങ്കിലും കഴിച്ച് റെസ്റ്റ് എടുക്കാം. ജാൻവി ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് നടന്നു. അവൾ ശരിക്കും ഒന്നും മിണ്ടാൻ പോലും ആവാതെ ഒരു റോബോട്ടിനെ പോലെ ആയിട്ടുണ്ടായിരുന്നു. ആര്യന് അവളുടെ അവസ്ഥ കണ്ടപ്പോൾ കുറ്റബോധം തോന്നിപ്പോയി. തനിക്ക് അവളെ നന്നായി ശ്രദ്ധിക്കാൻ പറ്റാത്തത് കാരണമല്ലേ അവൾക്ക് ഈ അവസ്ഥ വന്നത് എന്നാണ് അവൻ ചിന്തിച്ചത്. ജാൻവി അവിടെ നിന്ന് പോയതും ആര്യൻ മാഗിയോട് പറഞ്ഞു, നീയും മുകളിൽ പോയിന്ന് റെസ്റ്റ് എടുത്തോ. ജാൻവി കുളി കഴിഞ്ഞ് വന്ന അവളെയും ഞാൻ ഉറങ്ങാൻ നിന്റെ അടുത്തേക്ക് അയക്കാം. അവൾ നന്നായി പേടിച്ചിട്ടുണ്ട്. ആരെങ്കിലും അവളുടെ കൂടെ എപ്പോഴും വേണം. മാഗി അത് സമ്മതിച്ചുകൊണ്ട് ബസിന്റെ മുകളിലെ ഫ്ലോറിലേക്ക് പോയി. ആര്യൻ മുറിയിൽ ബെഡിൽ തന്നെ ഇരുന്നു. അവന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എത്രയൊക്കെ പുറമേക്ക് ധൈര്യം കാണിച്ചിരുന്നെങ്കിലും അവന്റെ ഉള്ളിൽ നിന്ന് നല്ല പേടിയുണ്ടായിരുന്നു. അർജുൻ ആ സിറിഞ്ച് ജാൻവിയുടെ കഴുത്തിൽ ഇഞ്ചക്ട് ചെയ്തിരുന്നെങ്കിൽ അവൾ മരണപ്പെട്ടേനെ. പൂജയ്ക്ക് ആ സമയം ഉണരാൻ സാധിച്ചതുകൊണ്ടാണ് ജാൻവിയെ രക്ഷപ്പെടുത്താനായത്. ആര്യൻ അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു. പൂജ അതറിഞ്ഞില്ലായിരുന്നെങ്കിൽ ജാൻവിക്ക് എന്തും സംഭവിക്കുമായിരുന്നു. അർജുൻ അവളെ പിച്ചി ചീന്തിയാനെ. അതാലോചിച്ചപ്പോൾ ആര്യന്റെ മനസ്സിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. അപ്പോഴും ആരായിരിക്കും ഇതിന്റെ എല്ലാം പിന്നിൽ എന്നാണ് ആര്യൻ ചിന്തിച്ചത്. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ജാൻവി ഒരു കാര്യം പറഞ്ഞിരുന്നു. തന്നെ കൊന്നാൽ ആരോ അർജുന് 10 കോടി രൂപ നൽകാം എന്ന് പറഞ്ഞിട്ടുള്ളതായി അർജുൻ അവളോടുള്ള സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നുവെന്ന്. ആരായിരിക്കും ആ വ്യക്തി എന്ന് കണ്ടെത്തുന്നതാണ് വലിയ ടാസ്ക്. ആര്യനും നല്ല ക്ഷീണമുണ്ടായിരുന്നു. അവൻ ഷൂ എല്ലാം മൂരി ബെഡിൽ മലർന്നു കിടന്നു. അവനും ആകെ പൊടിയിലും ചെളിയിലും കുളിച്ചിരുന്നു. നന്നായി കുളിക്കണമെന്നവൻ ആലോചിച്ചു. പക്ഷെ നല്ല ക്ഷീണമുണ്ടായിരുന്നത് കൊണ്ട് കിടന്നപ്പോൾ തന്നെ അവൻ ഉറങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മുഖത്തെന്തോ നനവ് തട്ടിയപ്പോഴാണ് അവൻ കണ്ണു തുറന്നത്. നോക്കിയപ്പോൾ ജാൻവി കുളി കഴിഞ്ഞ് അവന്റെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുടി അവന്റെ ദേഹത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവളെ ഇത്ര അടുത്ത് ബെഡിൽ കണ്ടതും അവൻ ഞെട്ടിപ്പോയി. ജാൻവി പേടിച്ചരണ്ട കൊച്ചു കുട്ടിയെ പോലെ കിടക്കുകയാണ്. അവൻ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു, ജാൻവി, മുകളിൽ പോയി മാഗിയുടെ കൂടെ ഉറങ്ങിക്കോ. ജാൻവി ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. ആര്യൻ സംശയത്തോടെ അവളോട് ചോദിച്ചു, അതെന്താ? ജാൻവി കൊച്ചു കുട്ടികളെ പോലെ നിഷ്കളങ്കമായി മെല്ലെ പറഞ്ഞു, എനിക്ക് നിന്റെ അടുത്ത് ഉറങ്ങിയാൽ മതി. എനിക്ക് പേടിയാവുന്നു. നിന്നെ അല്ലാതെ എനിക്ക് ആരെയും വിശ്വാസമില്ല. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ആര്യന്റെ ഹൃദയം അലിഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ജാൻവി അവന്റെ നെഞ്ചിൽ തല ചായച്ചു. ആര്യൻ സ്നേഹത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ആര്യന്റെ ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് ജാൻവി കുറച്ചു നേരം അങ്ങനെ കിടന്നു. പെട്ടെന്ന് അവൾ തല ഉയർത്തി ആര്യനെ കിസ് ചെയ്യാൻ തുടങ്ങി. ആര്യൻ എപ്പോഴേക്കും അവളിൽ നിന്നുയരുന്ന സുന്ദരമായ സുഗന്ധത്തിൽ അലിഞ്ഞു പോയിരുന്നു. അവൾ അങ്ങനെ ചെയ്തതും അവന്റെ മുഴുവൻ നിയന്ത്രണവും നഷ്ടമായി. കുറെ സമയമായി അവൻ സ്വയം അടക്കി നിൽക്കുകയായിരുന്നു. അവൾ നന്നായി പേടിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അവൻ മിണ്ടാതെ നിന്നതായിരുന്നു. ആര്യൻ അവളെ കിസ് ചെയ്യാൻ പോലും പറ്റാതെ കിടക്കുമ്പോഴായിരുന്നു ജാൻവിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം. അവൻ അവളെ പ്രണയത്തോടെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയം അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ടു. മനോഹരമായ നിമിഷങ്ങളിലൂടെ അവർ കടന്നുപോയി. ആ ബെഡിൽ അവർ സ്വയം മതിമറന്ന് കിടക്കുമ്പോൾ പെട്ടെന്ന് ജാൻവി പിറകിലേക്ക് വലിഞ്ഞു. പെട്ടെന്ന് അവൾ എന്താണ് എഴുന്നേറ്റതെന്നറിയാതെ ആര്യൻ പേടിച്ചു. ജാൻവി എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് അവന് മനസ്സിലായില്ല. അവൻ അവളോട് സംശയഭാവത്തിൽ ചോദിച്ചു, എന്തുപറ്റി ജാൻവി? ഞാൻ
തെറ്റായിട്ടെന്തെങ്കിലും? ജാൻവിയുടെ മുഖത്ത് എന്തോ ഒരു വിചിത്ര ഭാവം തെളിഞ്ഞു. അവൾ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. ആര്യൻ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കുറച്ചു സമയം മന്ദം വിട്ട് നിന്നുപോയി. ബാത്റൂമിൽ നിന്നും വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആര്യൻ ആലോചിച്ചു, ജാൻവി ഇനി കരയുകയായിരിക്കുമോ? ഞാൻ അവളെ പ്രണയത്തോടെ ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്തത്? അതും അവൾ ഇങ്ങോട്ട് വന്നപ്പോ. ചിലപ്പോൾ അവളുടെ അവസ്ഥയിൽ ഞാൻ ചെയ്തത് മോശമായി പോയി കാണുമോ? ആര്യൻ പലതും ചിന്തിച്ചുകൊണ്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജാൻവി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ നിലത്തേക്ക് തന്നെ നോക്കി നിന്നു. ആര്യൻ എന്തു പറയണമെന്നറിയാതെ നിന്നു. കുറച്ചു സമയം അവിടെ ഒരു നിശബ്ദത പടർന്നു. അവസാനം ആര്യൻ മെല്ലെ സംസാരിച്ചു തുടങ്ങി. ജാൻവി, എന്താണ് സംഭവിച്ചത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? പെട്ടെന്നുള്ള ആവേശത്തിൽ ഐ എം സോറി. അപ്പൊ ഞാൻ നിന്റെ മാനസികാവസ്ഥയൊന്നും ആലോചിച്ചില്ല. ജാൻവി അവനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. അത് കേട്ട ആര്യൻ ആശ്വാസത്തോടെ ചോദിച്ചു, പിന്നെന്താ? നീ എന്താ പെട്ടെന്ന് എഴുന്നേറ്റ് പോയത്? അപ്പോൾ ജാൻവി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് വയറിലെന്തോ വേദന തോന്നി. ശരീരം ഒന്നാകെ ഒരു എരിച്ചിൽ പോലെ. അതാ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയത്. ഡ്രസ് അഴിച്ച് നോക്കിയപ്പോ ദേഹം മുഴുവൻ എന്തോ പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കേട്ട് ആര്യൻ പേടിയോടെ ചോദിച്ചു, പാടുകളോ? അതെന്താ അങ്ങനെ? ജാൻവി മെല്ലെ മടിയോടെ അവളുടെ ടോപ്പ് തോളിൽ നിന്നും കുറച്ച് താഴ്ത്തിക്കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. അവളുടെ ദേഹം മുഴുവൻ ചുവന്ന വലിയ പാടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകണ്ട് ആര്യൻ ഷോക്കായി. ഓ ഗോഡ്, എന്താ ഇത്? കാട്ടിൽ വെച്ച് എന്തെങ്കിലും ജന്തുക്കൾ കടിച്ചതാവാൻ സാധ്യതയുണ്ട്. അതിന്റെ റിയാക്ഷൻ ആവും. പെട്ടെന്ന് തന്നെ ഒരു ആന്റി അലർജിക്ക് മരുന്ന് കയറ്റണം. ഞാൻ മെഡിക്കൽ ബസ്സിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. അവരുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആര്യൻ അപ്പോൾ തന്നെ മെഡിക്കൽ ബസ്സിലേക്ക് വിളിച്ചു. അപ്പോൾ അവരുടെ കയ്യിലുള്ള ആന്റി അലർജിക് മരുന്നുകളെല്ലാം കഴിഞ്ഞു പോയെന്നറിയിച്ചു. കാട്ടിലൂടെയുള്ള ട്രക്കിങ്ങിനിടയിൽ ചില സ്റ്റുഡൻസിന് ഇതുപോലെ ഉണ്ടായപ്പോൾ മരുന്നുകളെല്ലാം അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ഇത് കേട്ട ആര്യൻ അവരോട് ദേഷ്യത്തോടെ അലറി, എന്ത് അറേഞ്ച്മെന്റ്സ് ആണ് ഇതെല്ലാം? ഇങ്ങനത്തെ മരുന്നുകളെല്ലാം ഒരുപാട് വേണ്ടിവരുന്ന അറിയുന്നതല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് ആവശ്യത്തിന് സ്റ്റോക്ക് വയ്ക്കാതിരുന്നത്? മെഡിക്കൽ ബസ്സിലെ ഡോക്ടർ ആര്യനോട് ക്ഷമ പറഞ്ഞതല്ലാതെ മറ്റൊന്നും മിണ്ടിയില്ല. ജാൻവിയുടെ അസ്വസ്ഥത വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് നല്ല വേദനയുണ്ടെന്ന് അവളുടെ മുഖത്ത് നിന്ന് വ്യക്തമായിരുന്നു. ഇത് കണ്ട ആര്യന്റെ മുഖം ആകെ ടെൻഷനിലായി. അവൻ ജാൻവിയോട് പറഞ്ഞു, ബസ്സിലുള്ള അലർജി മെഡിസിനുകളെല്ലാം തീർന്നു പോയെന്ന്. പക്ഷെ പേടിക്കണ്ട, നമ്മൾ എത്രയും പെട്ടെന്ന് സിറ്റിയിലെത്തും. അവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്യാം. ജാൻവി വേദനക്കിടയിലും തല കുലുക്കി. ആര്യൻ ഒട്ടും സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. അവൻ വേഗം മാഗിയെ വിളിച്ചു. അവൾ താഴേക്ക് ഇറങ്ങി വന്നു. അവൻ അവളോട് അലർജി മരുന്നുകൾ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും മാഗിയുടെ കയ്യിലും ഇല്ലായിരുന്നു. അപ്പോൾ ആര്യൻ അവളോട് പറഞ്ഞു, ജാൻവിക്ക് കാട്ടിൽ വെച്ച് ഏതോ വിഷജന്തുവിന്റെ കടിയേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. അവളുടെ ദേഹം മുഴുവൻ ചുവന്ന പാടുകളാണ്. ഞാൻ മെഡിക്കൽ ബസ്സിൽ ചോദിച്ചെങ്കിലും അവരുടെ കയ്യിൽ മരുന്ന് തീർന്നുപോയി എന്നാണ് പറഞ്ഞത്. നമുക്ക് എത്രയും പെട്ടെന്ന് സിറ്റിയിൽ എത്തേണ്ടതുണ്ട്. ഒട്ടും വൈകാൻ പാടില്ല. ജാൻവിയുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയിലേക്ക് കിടക്കുന്ന അവിടെ തന്നെ ഒരു വലിയ ഫാർമസി ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടേക്ക് പോവാം. ആര്യന്റെ വാക്കുകൾ കേട്ടതും മാഗി ഒന്ന് ഞെട്ടി. ഈ സമയത്ത് തിരിച്ച് സിറ്റിയിലേക്ക് തന്നെ പോകുന്നത് എത്രമാത്രം സേഫാണെന്നാണ് മാഗി ആലോചിച്ചത്. പക്ഷേ അവൾ ആര്യനോടൊന്നും പറഞ്ഞില്ല. മാഗി ഒന്ന് ആലോചിച്ച ശേഷം മുകളിലേക്ക് കയറിപ്പോയി. തിരിച്ചുള്ള യാത്രയിൽ എന്തായിരിക്കും അവരെ കാത്തിരിക്കുന്നത്? അധ്യായം 39. ജാൻവിക്ക് കാട്ടിൽ വെച്ച് വിഷജന്തുവിന്റെ കടിയേറ്റത് കാരണം അലർജിക്കുള്ള മെഡിസിന്റെ ആവശ്യം വന്നു. മെഡിക്കൽ ബസ്സിൽ അത് കഴിഞ്ഞത് കാരണം ആര്യൻ സിറ്റിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൻ മാഗിയോട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഡ്രൈവറോട് ബസ് സിറ്റിയിലേക്ക് വിടാൻ പറയാം. സിറ്റിയിലെത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ മരുന്ന് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്ന് കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതും പറഞ്ഞ് ആര്യൻ ഡ്രൈവറോട് സിറ്റിയിലേക്ക് വണ്ടി എടുക്കാൻ പറഞ്ഞു. മാഗിക്ക് ആ തീരുമാനത്തിൽ എന്തോ അത്ര സുഖം തോന്നിയില്ലെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. അവൾ മുകളിൽ കയറി ചില പ്രധാനപ്പെട്ട കോളുകൾ ചെയ്തതിന് ശേഷം തിരികെ വന്നു. മാഗി തിരിച്ചു വന്നതും ആര്യൻ അവളോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി ഡ്രൈവറോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാം. മാഗി സമ്മതിച്ചു. ആര്യൻ ബസ്സിന്റെ ഫ്രണ്ടിലേക്ക് നടന്നു. മാഗിയുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉള്ളത് ജാൻവി ശ്രദ്ധിച്ചു. അവൾ കുറച്ചു സമയം നോക്കി നിന്നതിന് ശേഷം മാഗിയോട് ചോദിച്ചു, മാഗി, നിനക്ക് ആര്യൻ ഇഷ്ടമല്ലേ? ജാൻവിയുടെ ചോദ്യം കേട്ട മാഗി ഞെട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു, എന്തൊരു ചോദ്യമാണിത്? ജാൻവി തുടർന്നു, നീ അവന്റെ ബോഡി ഗാർഡാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നിനക്ക് അവനെ ഇഷ്ടമാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ആര്യൻ എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടാവുന്നില്ല അല്ലേ? എനിക്ക് വേണ്ടിയല്ലേ ഇപ്പൊ സിറ്റിയിലേക്ക് തിരികെ പോകാമെന്നവൻ പറഞ്ഞത്? അത് നിനക്ക് അസൂയ ഉണ്ടാക്കിയില്ലേ?
അതല്ലേ നിന്റെ മുഖത്ത് ഈ ടെൻഷൻ. ഇത് കേട്ട മാഗി നിർവികാരതയോടെ പറഞ്ഞു, ഇതിലങ്ങനെ യാതൊന്നുമില്ല. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മാസ്റ്ററെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. അതിനപ്പുറം ഞാനൊന്നും ശ്രദ്ധിക്കുകയില്ല, ആരുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുകയില്ല. അതുകൊണ്ട് ഇനി ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കണ്ട. മാസ്റ്ററുടെ പേഴ്സണൽ ലൈഫിൽ ആരൊക്കെ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതും പറഞ്ഞ് മാഗി അവളുടെ ഫോൺ നോക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആര്യൻ തിരിച്ചെത്തിയിരുന്നു. അവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് ആര്യൻ അറിഞ്ഞില്ല. അവൻ ജാൻവിയോട് പറഞ്ഞു, ഞാൻ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പ് പോലും 1 മണിക്കൂർ അകലെയാണ്. നീ റെസ്റ്റ് എടുക്ക്. അവിടെ എത്തിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. കുറച്ചു സമയം യാത്ര ചെയ്തപ്പോൾ അവർ ഒരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ കണ്ടു. അവിടെ ആ മരുന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഡ്രൈവർ അവിടെ ബസ് നിർത്തി. അവിടെ എത്തിയപ്പോഴേക്കും സമയം 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിനുള്ളിൽ 2 പെൺകുട്ടികൾ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അതിലൊരാൾ പറഞ്ഞു, ഇന്നലെ രാത്രി ആ ഇൻഫോ പാർക്കിനടുത്തുള്ള ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ എന്താണ് സംഭവിച്ചതെന്ന് നീ അറിഞ്ഞോ? അപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടി പറഞ്ഞു, ആ ഞാൻ കേട്ടു, അവിടെ ഒരു മോഷണം നടന്നല്ലേ? അപ്പോൾ ആദ്യത്തെ പെൺകുട്ടി തുടർന്നു, മോഷണം മാത്രമല്ല, റേപ്പ് കൂടെയായിരുന്നു. ഒരാൾ രാത്രി പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിലേക്ക് കയറി വന്ന് അവന്റെ ഗേൾഫ്രണ്ടിന് ചില അത്യാവശ്യ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു. സെയിൽസ് ഗേൾസിൽ ഒരാൾ അത് എടുത്തു കൊടുക്കാൻ അകത്തേക്ക് പോയതും ആ വന്നയാൾ സ്റ്റോർ ഓണറുടെ തലക്കടിച്ച് ബോധം കെടുത്തി. എന്നിട്ട് അയാൾ അകത്തേക്ക് കിടന്ന് ഡോർ ലോക്ക് ചെയ്തു. ശേഷം അയാൾ ആ പെൺകുട്ടിയെ കടന്നു പിടിച്ച് അവളെ ബലാത്സംഗം ചെയ്തു. എന്നിട്ട് അവിടുന്ന് മോഷണവും നടത്തി കടന്നു കളഞ്ഞു. അത് കേട്ട രണ്ടാമത്തെ പെൺകുട്ടി പേടിയോടെ പറഞ്ഞു, എനിക്ക് അല്ലെങ്കിലും ഈ ഹൈവേയിലുള്ള സ്റ്റോറിൽ നൈറ്റ് ഷിഫ്റ്റ് എടുക്കാൻ പേടിയാണ്. ആരൊക്കെ എവിടെ നിന്നൊക്കെ വരുമെന്ന് ആർക്കറിയാം. അപ്പോൾ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ ഡോർ ആരോ തുറന്നു. അവർ ഞെട്ടി നോക്കിയപ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ടു. അത് ആര്യനായിരുന്നു. അവന്റെ വസ്ത്രമാകെ ചെളിയിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണുകൾ ഉറക്കക്ഷീണം കാരണം ചുവന്നിട്ടുണ്ട്. മൊത്തത്തിൽ അവനെ കണ്ടപ്പോ മദ്യപിച്ച് വന്നതുപോലെ അവർക്ക് തോന്നി. അപ്പോൾ ആ സ്റ്റോറിന്റെ ഓണറായ ഒരു സ്ത്രീ ആര്യനെ കണ്ട് ഉറക്കെ പറഞ്ഞു, ഏയ് അവിടെ നിൽക്ക്, എങ്ങോട്ടായി തള്ളിക്കയറി വരുന്നത്? ഞങ്ങൾ ഇവിടെ ഇപ്പൊ ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ. നിന്റെ ഷൂസൊക്കെ ചെളിയാണല്ലോ, പുറത്ത് നിൽക്ക്. ആര്യൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് സെയിൽസ് ഗേൾസിൽ ഒരാൾ പറഞ്ഞു, ഇവിടെ അടുത്തുള്ള കൺസ്ട്രക്ഷൻ സൈറ്റ് കാരണം ഇപ്പൊ ഇവിടെ ഇരിക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. അവിടുത്തെ തൊഴിലാളികൾ ഇവിടെ വെറുതെ കയറി ഇറങ്ങാണ്. അവർക്കൊന്നും വാങ്ങാനും പറ്റില്ല. എന്നിട്ട് ആവശ്യമില്ലാതെ വന്ന് നോക്കിപ്പോവും. നമ്മൾ ഇവിടെ വൃത്തിയാക്കി ഇട്ടുകൊണ്ടേയിരിക്കണം. ആര്യൻ അപ്പോഴാണ് അവന്റെ ശരീരത്തിലേക്ക് നോക്കിയത്. അതെല്ലാം മണ്ണിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഷൂസിലെല്ലാം ചെളിയായിട്ടുണ്ട്. ആര്യൻ കൺസ്ട്രക്ഷൻ സൈറ്റിലെ തൊഴിലാളിയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് അവന് തന്നെ തോന്നി. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ അകത്ത് 2 സെയിൽസ് ഗേൾസും ഒരു മെയിൽ ഹെൽപ്പറും കൗണ്ടറിലിരിക്കുന്ന ഒരു സ്ത്രീയുമാണുള്ളത്. എല്ലാവരുടെയും മുഖത്ത് അവനെ കണ്ട ഒരു അറപ്പ് നിറഞ്ഞു. ആര്യന് തിരിച്ചു പോയാലോ എന്നൊരു നിമിഷം തോന്നിപ്പോയി. പക്ഷെ മരുന്ന് വേണമെന്നുള്ളത് കൊണ്ട് അവൻ അവരുടെ കമന്റ് ശ്രദ്ധിക്കാതെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ കൗണ്ടറിലിരിക്കുന്ന സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങളുടെ ഷൂസ് എല്ലാം വൃത്തികേടാണ്, അകത്ത് ചെളിയാക്കാൻ പറ്റില്ല, അവിടെ നിന്നാ മതി. അപ്പോൾ ആര്യൻ പറഞ്ഞു, ഐ എം സോറി മാം, ഞാനൊരു മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ആര്യൻ അത് പറഞ്ഞതും സെയിൽസ് ഗേൾസിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ കുറച്ച് മാറി റോഡരികിൽ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പുണ്ട്, അവിടേക്ക് പോയാൽ മതി. നിങ്ങൾക്കൊക്കെ ഇത്രയും വലിയ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ നിന്ന് എന്ത് വാങ്ങാനാ? ഇവിടെ എല്ലാം വളരെ എക്സ്പെൻസീവ് ആണ്. നിനക്കതൊന്നും അഫോർഡ് ചെയ്യാൻ പോലും പറ്റില്ല. നിന്നെപ്പോലുള്ളവർക്കൊക്കെ ചെറിയ ഷോപ്പുകളാണ് നല്ലത്. ആര്യൻ ആ പെൺകുട്ടിയുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റിലെ തൊഴിലാളിയല്ല. ആര്യൻ അത് പറഞ്ഞതും അവിടെ സഹായിയായിട്ടുണ്ടായിരുന്ന പയ്യൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ കം ഓൺ, ആ ജോലി അത്ര മോശമൊന്നുമല്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ നുണ പറയുന്നത്? നീ തന്നെ നിന്നെ അടിമുടിയൊന്ന് നോക്ക്. എന്നിട്ട് സൈറ്റിലെ തൊഴിലാളിയല്ലെന്ന്. അവന്റെ വാക്കുകൾ കേട്ട് സെയിൽസ് ഗേൾസ് ആയിട്ടുള്ള 2 പേരും ചിരിക്കാൻ തുടങ്ങി. ആര്യൻ അവരുടെ പെരുമാറ്റം കണ്ട് നല്ല ദേഷ്യം വന്നിരുന്നു. എന്നാൽ ജാൻവിയുടെ അപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് അവനൊന്നും മിണ്ടിയില്ല. കൗണ്ടറിലിരിക്കുന്ന സ്ത്രീയെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ഞാൻ പറയുന്ന സാധനങ്ങൾ ഇവിടേക്ക് തന്നാ മതി. പേയ്മെന്റ് ഞാൻ ഇവിടെ നിന്ന് ചെയ്തോളാം. അത് കേട്ട ആ സ്ത്രീ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? ആര്യൻ ഡോറിന്റെ അവിടെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു, ആന്റി അലർജി മെഡിസിൻ. അത് കേട്ട് 2 സെയിൽസ് ഗേൾസും ഒരുമിച്ച് ഞെട്ടി. അവർ നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ മോഷണം നടത്തിയ ആളും ഇതേ മരുന്ന് തേടിയാണ് അവിടേക്ക് ആദ്യം വന്നത്. അപ്പോൾ ആ ആൾ തന്നെയാണോ ഇതെന്ന് അവർ സംശയിച്ചു. അവിടെ കൗണ്ടറിലിരുന്ന ആ സ്ത്രീയും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആര്യൻ ഇത് പറഞ്ഞതും അവർ ഉറക്കെ അലറി, ഇവിടെ ഒരു അലാമുണ്ട്. നീ ഇനി ഒരു അടികൂടി മുന്നോട്ട് വെച്ചാ ഞാൻ അലാം അടിക്കും. പിന്നെ മിനിറ്റുകൾക്കകം പോലീസ് ഇവിടെ എത്തും. അത്ര പെട്ടെന്ന് ഞങ്ങളെ കൊള്ളയടിക്കാമെന്ന് നീ വിചാരിക്കണ്ട. ആര്യൻ അന്തം വിട്ടു നിന്നു. ആ സ്ത്രീ എന്താണ് പറയുന്നതെന്ന് അവന് മനസ്സിലായില്ല. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാനൊരു ആന്റി അലർജി മെഡിസിനാണ് ചോദിച്ചത്.
അതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് കേട്ട സെയിൽസ് ഗേൾസിൽ ഒരാൾ പറഞ്ഞു, നിങ്ങളിവിടെ എന്നെ ഫോളോ ചെയ്ത് തന്നെ വന്നതായിരിക്കും. കാരണം ഞാനാണല്ലോ ഇവിടെ സുന്ദരി. നിങ്ങളുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്നെ പോലുള്ള സുന്ദരികളായ പെൺകുട്ടികളുടെ പിന്നാലെ ഫോളോ ചെയ്ത് വന്ന് ഒരവസരം കിട്ടുമ്പോൾ നിങ്ങൾ റേപ്പ് ചെയ്യാൻ ശ്രമിക്കും. അവളുടെ സംസാരം കേട്ട ആര്യന് എല്ലാ ക്ഷമയും നശിച്ചിരുന്നു. അവൻ അലറി, നിങ്ങൾക്കൊക്കെ എന്താ പ്രാന്താണോ? ഇയാൾ സുന്ദരിയാണെന്ന് ഞാൻ പറഞ്ഞോ? പോയി കണ്ണാടി നോക്ക്. നിന്നെയൊന്നും കണ്ടിട്ട് എനിക്ക് യാതൊരു താല്പര്യവും തോന്നില്ല. അത് കേട്ട പെൺകുട്ടി പിറകിലേക്ക് മാറി. അവൾ വളരെ സുന്ദരിയാണെന്നായിരുന്നു അവളുടെ വിചാരം. ഇന്നേ വരെ ആരും അവളെ ഇതുപോലെ ഇൻസൾട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ പയ്യൻ മുൻപോട്ട് വന്ന് പറഞ്ഞു, എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഇവിടെ നിന്നും സാധനം വിൽക്കുന്നില്ല. ഇവിടെ നിന്നും പുറത്തു പോകണം. ആര്യൻ ദേഷ്യത്തോടെ ചോദിച്ചു, നീയാണോ ഈ കടയുടെ ഓണർ? ആര്യന്റെ ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. പക്ഷെ ജാൻവിയുടെ അവസ്ഥ മോശമാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ എല്ലാം നിയന്ത്രിച്ച് അവരോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ അവിടെ നിന്നും പോയേനെ. ഡ്രൈവർ പറഞ്ഞത് ഇനി ഇതുപോലെ ഒരു സ്റ്റോർ ഉള്ളത് വളരെ അകലെയാണ് എന്നായിരുന്നു. അതുവരെ കാത്തിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ആര്യൻ എല്ലാം ക്ഷമിച്ചു. അപ്പോൾ ആ പെൺകുട്ടി വീണ്ടും അവനോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്കൊന്നും വിൽക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. ആര്യൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു, എന്താണ് ശരിക്കും നിന്റെ പ്രശ്നം, പറ. ആ പെൺകുട്ടി ദേഷ്യത്തോടെ എന്തോ പറയാൻ നിന്നതും കൗണ്ടറിലിരിക്കുന്ന സ്ത്രീ അതിൽ ഇടപെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും ആ മെഡിസിൻ വേണമെന്ന് മനസ്സിലായി. ഇനി പറ, ഏതാണ് വേണ്ടത്? അലർജി മെഡിസിനുകളിൽ തന്നെ ഒരുപാട് കോമ്പിനേഷനുകളുണ്ട്. അതിലേതാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറ. അത് കേട്ട ആര്യൻ നിസ്സഹായതയോടെ ചുറ്റും നോക്കി. അവൻ അതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. ശേഷം അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് മെഡിക്കൽ ബസ്സിലെ ഡോക്ടറെ വിളിച്ചു. എന്നിട്ട് ഡോക്ടറോട് മരുന്നിന്റെ പേര് വ്യക്തമായി ചോദിച്ചു. ശേഷം ആ പേര് ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, ഈ മരുന്ന് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്കത് വാങ്ങാൻ പറ്റുമോ? ആര്യൻ അപ്പോൾ പോക്കറ്റിൽ നിന്നും 500-ന്റെ 10 നോട്ടുകൾ പുറത്തെടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു, ഇത് മതിയാവോ അല്ലെങ്കിൽ ഇനിയും ആവശ്യമുണ്ടോ? അത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. പിന്നെ മറ്റൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ ആ പയ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അകത്ത് പോയി ആ മരുന്നെടുത്തോണ്ട് വാ. അപ്പോൾ പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിനെ വാതിൽ തുറന്ന് 4-5 പേർ അകത്തേക്ക് വേഗത്തിൽ വന്നു. അവരുടെ വസ്ത്രങ്ങളെല്ലാം അഴുക്കായിരുന്നു. ചെരുപ്പെല്ലാം ചെളിയായിട്ടുണ്ട്. പെട്ടെന്ന് സ്റ്റോറിലാകെ ഒരു ഭയം നിറഞ്ഞു. അവരെല്ലാം ഒരു ഗ്യാങ്ങായി മോഷ്ടിക്കാൻ വന്നതാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ആര്യനകത്തേക്ക് വന്നപ്പോൾ ഇവരെല്ലാം പുറത്ത് നിൽക്കുന്നത് കണ്ടിരുന്നു. സത്യത്തിൽ അവരാണ് യഥാർത്ഥത്തിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള തൊഴിലാളികൾ. മാസാവസാനമായതുകൊണ്ട് അവരുടെ ഷിഫ്റ്റ് തീർന്നപ്പോൾ അവർക്ക് 2 ദിവസം ലീവ് കിട്ടിയതാണ്. അതുകൊണ്ട് അവർ ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ മുമ്പുള്ള അനുഭവം വെച്ച് സ്റ്റോറിന്റെ അകത്തേക്ക് കടക്കാൻ അവർക്ക് മടി തോന്നി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ അകത്ത് ആര്യൻ സ്റ്റാഫുകളോട് തർക്കിച്ച് നിൽക്കുന്നത് കണ്ടത്. അവനും അവരെ പോലെ ഒരു തൊഴിലാളിയാണെന്നാണ് അവർ വിചാരിച്ചത്. തർക്കത്തിന് ശേഷം അവസാനം ആര്യൻ അവർ സാധനങ്ങൾ കൊടുക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് അകത്തേക്ക് കടക്കാൻ ധൈര്യമായി. സ്റ്റോറിലുള്ള എല്ലാവരുടെയും വിളറി വെളുത്ത മുഖം കണ്ട തൊഴിലാളികളിൽ ഒരാൾ മെല്ലെ പറഞ്ഞു, ഞങ്ങൾക്കും കുറച്ച് സാധനങ്ങൾ വേണം. അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും പേടിയോടെ നിന്നു. അപ്പോഴാണ് അവിടെയുള്ള പയ്യന് ഇവരെയെല്ലാം കൺസ്ട്രക്ഷൻ സൈറ്റിൽ കണ്ടതായി ഓർമ്മ വന്നത്. അപ്പോൾ ഇവർ ശരിക്കും അവിടെയുള്ള തൊഴിലാളികൾ തന്നെയാണെന്ന് അവൻ ഉറപ്പായി. അപ്പോൾ അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി. ഷൂസിലൊക്കെ ആകെ ചെളിയാണല്ലോ. ഇവിടെയൊന്നും അഴുക്കാക്കാൻ പറ്റില്ല. ആർക്കാണ് ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ സമയം? അവന്റെ സംസാര രീതി കണ്ട ആര്യന് ദേഷ്യം വന്നു. അവൻ ആ തൊഴിലാളികളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും അകത്തേക്ക് വന്ന് വേണ്ട സാധനങ്ങൾ എടുത്തോളൂ. ആരാണ് നിങ്ങളെ തടയാൻ പോകുന്നത് എന്ന് ഞാനൊന്ന് കാണട്ടെ. ആര്യന്റെ ആ ഉറച്ച ശബ്ദം കാരണം ആ സ്റ്റോറിലുള്ള 4 സ്റ്റാഫുകളും മിണ്ടാതെ നിന്നു. വീണ്ടും തൊഴിലാളികളെ കണ്ടതും എന്തോ പ്രശ്നമുണ്ടെന്ന് അവരെല്ലാം പേടിച്ചു. തൊഴിലാളികൾ ആദ്യമൊന്നും മടിച്ചു നിന്നെങ്കിലും പിന്നീട് അവർ അകത്തേക്ക് കയറി സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി. അവർ സാധനങ്ങൾ എടുത്ത് തീരുന്നത് വരെ ആര്യൻ അവിടെ നിന്നും പോവാതെ അങ്ങനെ തന്നെ നിന്നു. അവസാനം അവർ ഷോപ്പിംഗ് എല്ലാം തീർത്ത് പേയ്മെന്റ് കൗണ്ടറിലെത്തി. അപ്പോൾ അവരിൽ ഒരാൾ ആര്യന്റെ കയ്യിലെ മരുന്ന് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ആർക്കെങ്കിലും സുഖമില്ലാതെ കിടക്കുകയാണോ? ആര്യൻ പറഞ്ഞു, അതെ, എന്റെ ഒരു ഫ്രണ്ടിനാണ്. കാട്ടി വെച്ച ഏതോ ഒരു ജന്തു കടിച്ചതാണ്. ഇപ്പൊ ദേഹം മുഴുവൻ അലർജി ആയിട്ടുണ്ട്. അവൾക്ക് വേണ്ടിയാണ് ഈ മരുന്ന് കൊണ്ടുപോകുന്നത്. അത് കേട്ട അയാൾ അവനോട് പറഞ്ഞു, ഇതിന്റെ കൂടെ കുറച്ച് മഞ്ഞളും ഇഞ്ചിയും തേനും എടുത്ത് ചൂടുവെള്ളത്തിൽ ചാലിച്ച് അവൾക്ക് കൊടുക്കുക. വേദന കുറയാൻ സഹായിക്കും. അയാളുടെ ശ്രദ്ധ കണ്ട് ആര്യൻ പുഞ്ചിരിച്ചു. അവരുടെയൊക്കെ മനസ്സിന്റെ വലുപ്പത്തെക്കുറിച്ചാണ് അവൻ അപ്പോൾ ചിന്തിച്ചത്. ഒരുപാട് കാലം ദാരിദ്ര്യത്തിലായിരുന്നത് കൊണ്ട് അതിന്റെ എല്ലാം വില അവന് നന്നായി അറിയാമായിരുന്നു. ആര്യൻ മരുന്നിന്റെ പണം കൊടുക്കുമ്പോൾ അവിടെ നിന്നിരുന്ന സെയിൽസ് ഗേൾ മൂക്ക് പൊത്തിയാണ് നിന്നത്. ആര്യന്റെയും അവിടെയുള്ള തൊഴിലാളികളുടെയും അടുത്ത് നിന്ന് ഒരു ബാഡ് സ്മെൽ വരുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോഴേക്കും അവർ ആ തൊഴിലാളികളുടെ സാധനങ്ങളുടെ ബില്ല് കൊടുത്തു. അവർ പോക്കറ്റിൽ നിന്നും പണം എണ്ണി നോക്കിയപ്പോൾ അതിൽ കുറച്ച് രൂപ കുറവുള്ളതുപോലെ കണ്ടു.
അവരുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ലെന്ന് കണ്ടതും ആ സെയിൽസ് ഗേൾ അതൊരു അവസരമായി കണ്ട് അവരെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് മുമ്പേ തന്നെ പറഞ്ഞല്ലേ, ഇവിടെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. നിങ്ങൾക്കടുത്തുള്ള ഏതെങ്കിലും ചെറിയ സ്റ്റോറിൽ പോകുന്നതാണ് നല്ലതെന്ന്. ഇവിടെ നിന്നൊക്കെ സാധനം വാങ്ങാൻ മാത്രം നിങ്ങളായിട്ടില്ല. ആര്യനോട് തേനും ഇഞ്ചിയും നൽകാൻ പറഞ്ഞ മനുഷ്യൻ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി നിന്നു. അവരുടെയൊക്കെ കൂലി വളരെ കുറവായിരുന്നു. എങ്കിലും ഈ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും ചെറിയ സാധനമെങ്കിലും കുടുംബത്തിലേക്ക് വാങ്ങി അവരെ സന്തോഷിപ്പിക്കാമെന്ന പാവം തൊഴിലാളികൾ ചിന്തിച്ചു. പക്ഷെ അവരുടെ കയ്യിൽ അതിന് പോലും പണം തികഞ്ഞില്ല. അയാൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട പെൺകുട്ടി പിന്നെയും പറയാൻ തുടങ്ങി, പണമില്ലെങ്കിൽ എടുത്ത സാധനങ്ങളെല്ലാം തിരികെ വെക്കണം. പിച്ചക്കാർ വന്നേക്കുന്നു മനുഷ്യനെ മെനക്കെടുത്താൻ. ഇത്തവണ ആര്യന്റെ ദേഷ്യം കൂടി. അവൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നിന്റെയൊക്കെ മുഖത്തടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെക്കുമ്പോ പിന്നെയും കൂടാണ്. ഇവിടെ വരുന്ന എല്ലാവരും എന്നെ പോലെ മിണ്ടാതെ നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. എന്നെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ നാവ് പിഴുതെടുക്കും. ആര്യന്റെ ദേഷ്യം കണ്ട പെൺകുട്ടി ഒന്നും മിണ്ടാതെ നിന്നെങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ പിന്നെയും എന്തോ പറയാൻ വായ തുറന്നതും ആര്യൻ അവന്റെ കാർഡ് എടുത്ത് അവളുടെ മുൻപിൽ വെച്ചു. ആ പെൺകുട്ടി അത് കണ്ടതും കണ്ണു മിഴിച്ചു നിന്നു. അവൾ അത് കയ്യിലെടുത്ത് കാർഡും പിന്നെ അവനെയും മാറി മാറി നോക്കി. എന്നിട്ട് പറഞ്ഞു, അൺബിലീവബിൾ. എന്തിനാണ് അവൾ അത്ഭുതപ്പെട്ടത്? ജാൻവിയുടെ വേദന മാറുമോ? 40. ജാൻവിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി ആര്യൻ സ്റ്റോറിൽ ഇറങ്ങിയതും അവിടുത്തെ സ്റ്റാഫുകൾ അവന്റെ കോലം കണ്ട് അവനൊരു ദരിദ്രനാണെന്ന് തെറ്റിദ്ധരിച്ചു. അവസാനം അവൻ സാധനങ്ങൾ വാങ്ങി അവന്റെ കാർഡ് അവിടെ കൊടുത്തതും അവിടുത്തെ സെയിൽസ് ഗേൾ അവനെ അത്ഭുതത്തോടെ നോക്കി. കാരണം അത് സിറ്റി ബാങ്കിന്റെ പ്രീമിയം ഗോൾഡ് കാർഡായിരുന്നു. അതൊരു സാധാരണ കാർഡായിരുന്നില്ല. അക്കൗണ്ടിൽ എപ്പോഴും മിനിമം ബാലൻസ് ആയി ഒരു 10 കോടിയെങ്കിലും വെക്കുന്നവർക്ക് മാത്രമേ ആ ഗോൾഡ് മെമ്പർഷിപ്പ് പ്രീമിയം കാർഡ് ലഭിക്കുകയുള്ളൂ. അവൾ ആ കാർഡും അവനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ആ കാർഡിന്റെ മെറ്റീരിയൽ പോലും ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നു. കുറച്ചു മുമ്പ് വരെ ആര്യൻ ആ തൊഴിലാളികൾക്കിടയിൽ പെട്ട ഒരാളാണ് എന്ന് വിചാരിച്ചാണ് അവൾ അങ്ങനെയൊക്കെ രൂക്ഷമായി പെരുമാറിയിരുന്നത്. അവനെ കണ്ട അറപ്പോടെ അങ്ങനെ നോക്കിയതിൽ അവൾക്കാകെ നാണക്കേട് തോന്നി. അവൾ ആ കാർഡ് എടുത്ത് തിരിച്ചു മറിച്ച് നോക്കുന്നത് കണ്ട് ആര്യൻ അസ്വസ്ഥതയോടെ പറഞ്ഞു, എനിക്ക് ഒരുപാട് സമയമൊന്നുമില്ല. ആ കാർഡിലുള്ള പണം കൊണ്ട് എനിക്ക് നിങ്ങളുടെ സ്റ്റോർ മാത്രമല്ല ഈ സിറ്റിയിലെ മുഴുവൻ സ്റ്റോറുകളും വാങ്ങാൻ സാധിക്കും. പക്ഷെ തൽക്കാലം എനിക്ക് അതൊന്നും വേണ്ട. ഈ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ഞാൻ വാങ്ങിയ മരുന്നിനും ഈ തൊഴിലാളികൾ വാങ്ങിയ എല്ലാ സാധനത്തിനുമുള്ള പണം എടുക്കുക. ആര്യൻ എല്ലാവരുടെയും പണം കൊടുക്കാമെന്ന് പറഞ്ഞതും അവരെല്ലാം അത്ഭുതത്തോടെ അവനെ നോക്കി. പലരുടെയും മുഖത്തത് കേട്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും അവരിൽ നേരത്തെ ആര്യനോട് സംസാരിച്ചിരുന്ന വ്യക്തി പറഞ്ഞു, അതൊന്നും വേണ്ട സഹോദര, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ പണം കൂടി കൊടുക്കുന്നത്? പണം തികയാത്ത സാധനങ്ങൾ ഞങ്ങൾ തിരിച്ചു കൊടുത്ത് അടുത്ത മാസത്തെ സാലറി കൊണ്ട് വാങ്ങിക്കോളാം. അപ്പോൾ ആര്യൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, എനിക്കിത് ചെറിയ തുക മാത്രമാണ്, തെറ്റായി ഒന്നും വിചാരിക്കേണ്ട. ശേഷം ആര്യൻ ആ സെയിൽസ് ഗേളിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കേട്ടില്ലേ, വേഗം ആ കാർഡ് സ്വൈപ്പ് ചെയ്യ്. അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ അവളുടെ കയ്യിൽ നിന്നും ആ കാർഡ് വാങ്ങി സ്വൈപ്പ് ചെയ്ത് തിരികെ കൊടുത്തു. എന്നിട്ട് ആര്യനോട് വിനയത്തോടെ പറഞ്ഞു, താങ്ക് യു സാർ. ആ കാർഡ് ഗോൾഡ് മെമ്പർഷിപ്പ് കാർഡാണെന്ന് കണ്ടതും അവളുടെ ആര്യനോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോയി. അപ്പോൾ തൊഴിലാളികളിൽ ഒരാൾ അവനെ അടിമുടി നോക്കിക്കൊണ്ട് ആലോചിച്ചു, ഇവനെ കണ്ടിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ പോലുണ്ടല്ലോ, പിന്നെ എങ്ങനെ അവന്റെ കയ്യിൽ ഇത്ര പണം വന്നത്? അവർക്ക് ആ കാർഡ് പ്രീമിയം ആണെന്നൊന്നും മനസ്സിലായിരുന്നില്ല. അതൊരു സാധാരണ ക്രെഡിറ്റ് കാർഡ് ആണെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ആദ്യത്തെ ആൾ വീണ്ടും പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയത് തന്നെ വലിയ കാര്യം. ഇന്നത്തെ കാലത്ത് ആരും ഇതുപോലെ പരസ്പരം സഹായിക്കില്ല, അതും തികച്ചും അപരിചിതനായ ഒരാൾ. പക്ഷെ ഈ പണം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളും ഞങ്ങളെപ്പോലെ പണിയെടുത്തുണ്ടാക്കുന്ന പൈസയല്ലേ, ഇതെല്ലാം ഞങ്ങൾ പിന്നീട് വാങ്ങിക്കോളാം. അത് കേട്ട ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് വിശ്വസിക്കേ, ഈ പണം എനിക്കൊന്നുമല്ല, ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് കൂട്ടിയാൽ മതി. അത് കേട്ട അയാൾ വേഗം പറഞ്ഞു, അതൊന്നും പറ്റില്ല, ഞാൻ എന്തായാലും ഇത് സ്വീകരിക്കില്ല. നിങ്ങളുടെ അഡ്രസ്സ് തരൂ, അടുത്ത സാലറി കിട്ടുമ്പോൾ ഞാൻ ആ പണം തിരിച്ചു തരാം, എങ്കിൽ മാത്രമേ ഞാൻ ഇത് സ്വീകരിക്കൂ. അയാൾ വളരെ സത്യസന്ധനും അഭിമാനിയുമായ വ്യക്തിയുമാണെന്ന് ആര്യന് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ പണം വെറുതെ കൊടുത്തിട്ട് വാങ്ങാത്തത്. ആര്യൻ അപ്പോൾ പോക്കറ്റിൽ നിന്നും അവന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഓക്കെ, എന്നാ നിങ്ങളിഷ്ടം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എൻ്റെ പേരും ഫോൺ നമ്പറും ഈ കാർഡിലുണ്ട്. പക്ഷെ ഇനി തിരിച്ചു തരികയാണെങ്കിലും യാതൊരു തിരക്കുമില്ല. നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് തിരിച്ചു തന്നാൽ മതി. എന്തായാലും ഞാനിപ്പോൾ പോവാണ്, ഇപ്പൊ തന്നെ ലേറ്റായി. വീണ്ടും കാണാം. അതും പറഞ്ഞവൻ വേഗം അവിടെ നിന്നും പോയി. അപ്പോഴാണ് അയാൾ കാർഡിലേക്ക് നോക്കിയത്. ആര്യന്റെ പേരും ഫോൺ നമ്പറും അയാൾ അതിൽ വായിച്ചു. അപ്പോൾ അയാളുടെ കൂടെ നിന്ന വ്യക്തി അയാളുടെ കയ്യിൽ നിന്നും ആ കാർഡ് വാങ്ങി അതിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ പറഞ്ഞു, റാഷിദ് ഭായ്, ഈ കാർഡ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതല്ല,
ഗോൾഡാണിത്. അപ്പോൾ റാഷിദ് അത് കേട്ട് അത്ഭുതത്തോടെ ആ കാർഡ് തിരികെ വാങ്ങി സൂക്ഷ്മമായി നോക്കാൻ തുടങ്ങി. എന്നിട്ട് വേഗം ആര്യന്റെ പിന്നാലെ ഓടി. പക്ഷെ അപ്പോഴേക്കും ആര്യൻ പുറത്ത് നിർത്തിയിട്ടിരുന്ന ബസ്സിലേക്ക് കയറിയിരുന്നു. അപ്പോഴാണ് തൊഴിലാളികൾ ആ ലക്ഷറി ബസ് കാണുന്നത്. അത് കണ്ടവർ അന്തം വിട്ടു നിന്നു. അപ്പോൾ റാഷിദ് പറഞ്ഞു, അയാൾ ഒരു സാധാരണക്കാരനല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും പണക്കാരനായ ഒരാൾ ഇങ്ങനെയൊരു വസ്ത്രം ധരിച്ചു നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അതിന് എന്തെങ്കിലും കാരണം കാണും. പണക്കാരൊക്കെ ചിലപ്പോ അങ്ങനെയാണ്. പക്ഷെ എന്തായാലും ഇത് തനി ഗോൾഡിന്റെ കാർഡ് തന്നെയാണ്. ഇതുപോലെ വില പിടിച്ചൊരു കാർഡ് നമുക്ക് തന്നിട്ടാണല്ലോ അയാൾ പോയത്. അപ്പൊ പിന്നെ നമ്മൾ കൊടുക്കാനുള്ള ഈ പണമൊക്കെ അയാൾക്ക് വളരെ ചെറിയൊരു തുക മാത്രം. അതൊന്നും അയാൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. എന്തായാലും നമുക്കിന്ന് ജാക്ക് പോട്ട് അടിച്ചതുപോലെയായി. ഇത് കേട്ട റാഷിദ് അവനെ ചീത്ത പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്കൊന്നും ഒട്ടും നാണമില്ലേ ഇത് പറയാൻ? നമുക്കൊരു പ്രശ്നം വന്നപ്പോ അയാൾ നമ്മളെ സഹായിച്ചതാണ് എന്ന് വെച്ചാൽ പണം കൊടുക്കാതിരിക്കണോ? അയാൾക്കത് വേണ്ടായിരിക്കും. പക്ഷെ അതങ്ങനെയല്ല. ഇത് കേട്ട വേറൊരുത്തൻ പറഞ്ഞു, ഓ, അല്ലെങ്കിൽ തന്നെ അയാൾക്ക് നമ്മളെ പണം കിട്ടിയിട്ട് എന്തിനാണ്? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ബസ്സിൽ യാത്ര ചെയ്യുന്ന ഗോൾഡിന്റെ കാർഡ് ഉപയോഗിക്കുന്ന അയാൾക്ക് 5000 രൂപയൊന്നും ഒന്നുമല്ല. നമുക്കാണ് ഇത് വലിയൊരു തുക. അപ്പോൾ റാഷിദ് വീണ്ടും പറഞ്ഞു, അയാൾക്കിത് വലിയ തുകയോ ചെറിയ തുകയോ ആവട്ടെ, എന്തായാലും ഞാൻ ഈ പണം തിരികെ കൊടുക്കും. അപ്പോൾ തന്നെ അവരിൽ ഒരാൾ പറഞ്ഞു, ഈ കാർഡ് ഗോൾഡ് ആണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്കിത് വിൽക്കാം. എന്തായാലും 5000 മുകളിലുണ്ടാവും. അയാൾക്കുള്ള പണം കൊടുത്തതിന് ശേഷം ബാക്കി പണം കൊണ്ട് നമുക്കൊരു പാർട്ടി നടത്തിയാലോ? ഇത് കേട്ട റാഷിദ് അവരോട് ചൂടായി, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇത്ര തരം താഴാൻ പറ്റുന്നു? ഒരാൾ നമ്മളെ സഹായിച്ചു എന്ന് വെച്ച് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അതും പറഞ്ഞ് അയാൾ കയ്യിലുള്ള സാധനങ്ങൾ എടുത്ത് അവിടെ നിന്ന് നടന്നു നീങ്ങി. മറ്റുള്ളവരെപ്പോഴും ആര്യന്റെ ബസ് ദൂരേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അതേസമയം ബസ്സിൽ തിരിച്ചെത്തിയ ആര്യൻ ജാൻവിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ അപ്പോഴും വേദന കൊണ്ട് പൊളയുകയായിരുന്നു. അവൻ ആ മരുന്നെടുത്ത് അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, നീ ഈ മരുന്ന് കഴിക്കേ. അവിടെ സ്റ്റോറിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് ചൂടുവെള്ളത്തിൽ മഞ്ഞളും ഇഞ്ചിയും തേനും ചേർത്ത് കുടിച്ച വേദന കുറയുമെന്നാണ്. ഞാനതെല്ലാം വാങ്ങിയിട്ടുണ്ട്. വേഗം പോയി ഇത് തിളപ്പിച്ചിട്ട് വരാം. ജാൻവി അവനെ സ്നേഹത്തോടെ നോക്കി. അവൾക്ക് അവനോടപ്പോൾ ഒരു പ്രത്യേക അടുപ്പം തോന്നി. അവൾ അവന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ട് അവനോട് നന്ദി പറഞ്ഞു. ആര്യൻ പിന്നീട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി മാഗിയോട് പറഞ്ഞു, നീ പോയി കുറച്ചുകൂടെ ഉറങ്ങിക്കോളൂ. ജാൻവിയുടെ കൂടെ ഞാൻ നിന്നോളാം. അത് കേട്ട മാഗി പറഞ്ഞു, സമയം ഇപ്പൊ രാവിലെ ആയല്ലോ, ഇനി എനിക്ക് ഉറങ്ങണമെന്നില്ല. എന്നാ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. ആര്യൻ സമ്മതിച്ചു. അവനും കുറച്ചു സമയമായൊന്ന് കുളിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ തന്നെ അവന്റെ ചെളി പിടിച്ച വസ്ത്രങ്ങൾ കാരണം കുറെ പ്രശ്നങ്ങൾ കഴിഞ്ഞതാണ്. അവൻ നേരെ കിച്ചണിൽ പോയി വെള്ളം തിളപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിശ്വനാഥന്റെ കോള് വന്നത്. അവനതെടുത്തു. ആര്യൻ, അർജുന്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തി. ഇത് കേട്ട ആര്യന്റെ മുഖഭാവം പെട്ടെന്ന് മാറി. അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ അവന് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും സ്വാധീനമുള്ള ഒരാൾക്ക് മാത്രമേ അർജുനെ ജയിലിൽ നിന്ന് ഇറക്കാൻ സാധിക്കൂ എന്ന് ആര്യന് അറിയാമായിരുന്നു. അവൻ ചോദിച്ചു, ആരാണത്? അപ്പോൾ വിശ്വനാഥൻ പറഞ്ഞു, രാഹുൽ. അത് കേട്ട ആര്യൻ അത്ഭുതത്തോടെ ചോദിച്ചു, രാഹുലോ? ഏത് രാഹുലാണ്? അവൻ എങ്ങനെ? വിശ്വനാഥൻ പറഞ്ഞു, നീ സംശയിക്കണ്ട, നീ ഉദ്ദേശിച്ച ആള് തന്നെ. ഇവനല്ലേ നിന്റെ കൂടെ കോളേജിൽ പഠിക്കുന്നത്? ഇവനുമായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ആര്യൻ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, അതെ. പക്ഷേ അവൻ എന്നെ കൊല്ലാൻ മാത്രം ധൈര്യമുണ്ടോ എന്നതാണ് അത്ഭുതം. അർജുനെ ജയിലിൽ നിന്ന് ഇറക്കി എന്നെ കൊല്ലാൻ വേണ്ടി അയച്ചല്ലോ. അവനെ പോലെ ഒരുത്തൻ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള ധൈര്യം വന്നു എന്നത് ചെറിയ കാര്യമല്ല. അന്ന് കോളേജിൽ വെച്ച് ഞാൻ അവൻ അടിച്ചപ്പോ അവൻ പേടികൊണ്ട് വിറച്ചെന്നോട് മാപ്പ് പറഞ്ഞിരുന്നു. അവനാണ് ഇപ്പൊ എന്നെ കൊല്ലാൻ വേണ്ടി ആളയച്ചതെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ വിശ്വനാഥൻ പറഞ്ഞു, ചിലപ്പോ ആ സംഭവത്തിന്റെ പ്രതികാരമായിട്ടാവും അവനിതെല്ലാം പ്ലാൻ ചെയ്തത്. അവൻ അർജുനെ ജയിലിൽ നിന്ന് ഇറക്കുക മാത്രമല്ല, അവന് വിഷം നിറച്ച സിറിഞ്ച് നൽകിയതും രാഹുലാണ്. അതിന്റെ കൂടെ അവൻ ഈ കാര്യത്തിന് വേണ്ടി അർജുന് 10 കോടിയാണ് ഓഫർ ചെയ്തത്. ആര്യൻ പറഞ്ഞു, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവനെ ജീവനോടെ വിടരുത്. അതും പറഞ്ഞ് ആര്യൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴും അവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജാൻവി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടത്. ആര്യൻ വേഗം തന്നെ ആ ചൂടുവെള്ളത്തിലേക്ക് മഞ്ഞളും ഇഞ്ചിയും തേനും എല്ലാം ചേർത്ത് മരുന്നുണ്ടാക്കി. പക്ഷേ അവൻ അതും കൊണ്ട് ബെഡ്റൂമിലേക്ക് എത്തിയപ്പോഴേക്കും അവൾ വീണ്ടും ഉറങ്ങിപ്പോയിരുന്നു. ആര്യൻ ആ കപ്പ് ടേബിളിൽ തന്നെ വെച്ച് ഒരു പുതപ്പെടുത്ത് ജാൻവിയെ പുതപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവന്റെ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രതികാരം. മറുവശത്ത് രാഹുൽ അപ്പോൾ ആകാംക്ഷയോടെ അർജുന്റെ കോളിനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ടും ഉറക്കക്ഷീണം കൊണ്ടും ചുവന്നിരുന്നു. ഉറങ്ങാതിരിക്കാൻ വേണ്ടി അവൻ ഇടയ്ക്കിടെ കോഫി കുടിച്ചുകൊണ്ടിരുന്നു. അർജുന്റെ കോൾ വന്നാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ അതെടുക്കാൻ വേണ്ടി അവൻ കാത്തിരുന്നു. അത്രയ്ക്കും ആര്യന്റെ മരണത്തിനായി അവൻ ആഗ്രഹിച്ചിരുന്നു. തലങ്ങും വിലങ്ങും നടന്ന് അവൻ പിറുപിറുത്തു.
ആര്യൻ, എന്നെ വെറുപ്പിച്ചാൽ എന്താവും ഫലമെന്ന് നീ അറിയണം. നിന്റെ ജീവൻ കൊണ്ടേ അതിന് പകരം വീട്ടാനാവും. നിന്നെ ഇനിയും ജീവിക്കാൻ അനുവദിച്ച പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. നീ മരിക്കേണ്ടവനാണ് ആര്യൻ. രാഹുൽ ദേഷ്യം കൊണ്ട് പല്ല് ഞെരിച്ചു. രാഹുൽ എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് നടത്തിയത്. അർജുനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അവൻ ധാരാളം പണം ചെലവഴിച്ചിരുന്നു. അവൻ ആര്യനെ കൊല്ലാനുള്ള ഗട്ട്സ് ഉണ്ടെന്നാണ് രാഹുൽ വിശ്വസിച്ചിരുന്നത്. അവൻ അർജുന് വിഷം നിറച്ച ഒരു സിറിഞ്ച് നൽകിയ ശേഷം അവനോട് പറഞ്ഞു, ക്യാമ്പിൽ ആര്യൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സിറിഞ്ചൊന്ന് വെച്ചാൽ മതി. പിന്നെ അവൻ എങ്ങനെയാണ് മരിച്ചതെന്ന് പോലും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. രാത്രി കഴിഞ്ഞ് രാവിലെയായി. രാഹുൽ അക്ഷമയോടെ സ്വയം പെറുപിറുത്തുകൊണ്ടിരുന്നു. എന്താണ് അർജുൻ ഇതുവരെ വിളിക്കാത്തത്? അതോ ഇനി? പിന്നെ അവൻ സ്വയം തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, എന്റെ പ്ലാൻ ഒരിക്കലും ഫെയിലാവില്ല. അത് അത്രയും സെറ്റാണ്. ആര്യന്റെ മരണം എന്തായാലും ഉറപ്പാണ്. പക്ഷേ അർജുൻ എവിടെ? ചിലപ്പോ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാട്ടിൽ സിഗ്നൽ കിട്ടുന്നുണ്ടാവില്ല. അതെ, ചിലപ്പോ അതാവും. അല്ലാതെ ആര്യൻ ഒരിക്കലും രക്ഷപ്പെടില്ല. രാഹുൽ സ്വയം പറഞ്ഞ് ആശ്വസിച്ചു. അപ്പോഴാണ് അവന്റെ ഫോൺ റിംഗ് ചെയ്തത്. ആരാണെന്ന് പോലും നോക്കാതെ അവൻ പെട്ടെന്ന് തന്നെ അതെടുത്ത് ചെവിയോട് ചേർത്തു. അപ്പോൾ മറുവശത്തു നിന്നും ശബ്ദം കേട്ടു. ഹലോ, നീ കോളും പ്രതീക്ഷിച്ച് നിൽക്കുകയാണല്ലേ? നിന്നെ പോലൊരുത്തന് ഇത്ര ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ആ ശബ്ദം കേട്ട രാഹുലിന്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. അവൻ ഫോൺ ചെവിയിൽ നിന്നെടുത്ത് സ്ക്രീനിലേക്ക് നോക്കി. അതിൽ ആര്യന്റെ പേര് കണ്ടതും അവൻ ആകെ ഷോക്കായി. അവൻ വീണ്ടും ഫോൺ ചെവിയിലേക്ക് തന്നെ തിരികെ വെച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു, നീ ഇപ്പോഴും? ആര്യൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, എന്നെ പറഞ്ഞേക്കാൻ നീ നന്നായി പണിയെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ പ്ലാൻ ഒന്നും ശരിയായില്ല. രാഹുൽ അപ്പോൾ വേഗം കളം മാറ്റി ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, അല്ല, അങ്ങനെയല്ല ആര്യൻ. ഇത്ര നേരത്തെ നിന്റെ കോള് വന്നപ്പോ എന്താണെന്ന് വിചാരിച്ചു. എല്ലാം ഓക്കെ അല്ലേ? ഇത്തവണ ആര്യൻ ദേഷ്യത്തോടെ പറഞ്ഞു, നീ വെറുതെ സ്മാർട്ടാവാൻ നോക്കല്ലേ. നിന്റെ പ്ലാൻ തകർന്നു. അർജുൻ എന്റെ പിടിയിലാവുക മാത്രമല്ല, അവൻ എന്നോട് എല്ലാ കുറ്റങ്ങളും ഏറ്റു പറഞ്ഞു. ഇത് കേട്ട രാഹുൽ ഷോക്കായിപ്പോയി. ആര്യൻ തുടർന്നു, നിനക്കെന്നെ കൊല്ലണമല്ലേ? ഇനി നീ നിന്റെ ദിവസങ്ങൾ എണ്ണാൻ തുടങ്ങിക്കോ. ടിക് 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 ബൂം. അതും പറഞ്ഞ് ആര്യൻ ഫോൺ വെച്ചു. അവന്റെ വാക്കുകൾ കേട്ട രാഹുൽ പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അവന്റെ കയ്യിൽ നിന്നും ഫോൺ അറിയാതെ താഴെ വീണു. രാഹുൽ നിലത്ത് മുട്ടിലിരുന്ന് തലയിൽ കൈവച്ചു. അവന്റെ നെറ്റിയിൽ നിന്നും വിയർപ്പൊഴുകി. ഇത്തവണ തനിക്ക് രക്ഷപ്പെടാനാവില്ലെന്ന് അവന് മനസ്സിലായി. അവൻ സ്വയം പറഞ്ഞു, എങ്ങനെ ഇത് സംഭവിച്ചു? എന്റെ പ്ലാൻ അത്രയും സെറ്റായിരുന്നല്ലോ. ആ വിഷം കുത്തിവെച്ച വെറും 3 സെക്കൻഡ് കൊണ്ട് തന്നെ അവൻ മരിക്കേണ്ടതല്ലേ? എന്നിട്ട് പോലും ആ അർജുൻ അത് ചെയ്യാൻ സാധിച്ചില്ലേ? ഇനി എന്താണ് ചെയ്യുക എന്നാലോചിച്ച് അവൻ ആകെ ടെൻഷൻ അടിച്ചിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവന്റെ മനസ്സിലൂടെ ഒരു കാര്യം കടന്നുപോയത്. എന്തോ ഓർത്തെടുക്കുന്നത് പോലെ അവൻ നിന്നു. ശേഷം അവന്റെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു. രാഹുൽ വേഗം മുകളിലേക്ക് കയറി അവന്റെ അച്ഛന്റെ വായന മുറിയിലേക്ക് പോയി. എന്നിട്ട് ടേബിളിൽ നിന്നും കീ എടുത്ത് ലോക്കർ തുറന്നു. അതിനുള്ളിൽ ഒരു ബ്ലാക്ക് ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയുടെ അവസാന പേജിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, ഒരു ഇന്റർനാഷണൽ പ്രൈവറ്റ് നമ്പർ. അത് കണ്ട രാഹുലിന്റെ മുഖം വിടർന്നു. ആ നമ്പർ ആരുടേതാണ്? എന്തായിരിക്കും രാഹുലിന്റെ അടുത്ത നീക്കം? അധ്യായം 41. ആര്യൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞതും രാഹുലിന് ആകെ പരിഭ്രാന്തിയായി. ഇനി രക്ഷപ്പെടാനാവില്ലെന്ന ഭയത്തിൽ കുറച്ചു സമയം ഇരുന്നെങ്കിലും പിന്നെ അവൻ വേഗം അച്ഛന്റെ ഷെൽഫ് തുറന്ന് ഒരു ഡയറി പുറത്തെടുത്തു. എന്നിട്ട് അതിലുള്ള ഒരു നമ്പറിലേക്ക് വിളിച്ചു. കുറച്ചു സമയത്ത് റിങ്ങിന് ശേഷം അപ്പുറത്ത് ഫോൺ എടുത്തു. ഒരു തണുത്ത സ്വരത്തിൽ ഒരാൾ ചോദിച്ചു, ഇതാരാണ്? രാഹുൽ പറഞ്ഞു, ഞാൻ ആരാണ് എന്നതല്ല ഇവിടെ പ്രധാനം. നിങ്ങളുടെ മുഴുവൻ ബിസിനസ്സും തകർത്ത ആ വ്യക്തിയുടെ പേര് എനിക്കറിയാം എന്നതാണ് പ്രധാനം. അപ്പോൾ അപ്പുറത്തുള്ളയാൾ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരാണ്? അതിനുത്തരം നൽകാതെ രാഹുൽ അയാൾക്ക് ചില വിവരങ്ങൾ കൈമാറിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ആര്യൻ സിറ്റിയിൽ തിരിച്ചെത്തിയിരുന്നു. അവൻ ജാൻവിയെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്ത് നേരെ റിസോർട്ടിലേക്ക് പോയി. അവൻ റിസോർട്ടിലെത്തിയതും വിശ്വനാഥൻ അവിടെ അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഓഫീസിലേക്ക് കടന്നതും ആര്യൻ അയാളോട് ചോദിച്ചു, രാഹുലിനെ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്? വിശ്വനാഥൻ പറഞ്ഞു, അവന്റെ വീടിന് ചുറ്റും ഞാൻ കുറച്ച് ആളുകളെ നിർത്തിയിട്ടുണ്ട്. അവന്റെ ഓരോ നീക്കങ്ങളെ കുറിച്ചും അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ നീ വരുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. സത്യത്തിൽ രാഹുൽ നമുക്കൊരു ഇരയല്ല. എങ്കിലും അവന്റെ കുടുംബം കൊച്ചിയിൽ തന്നെ നല്ല സ്വാധീനമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവനെ കൊന്ന അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് കേട്ട ആര്യൻ അസ്വസ്ഥതയോടെ പറഞ്ഞു, അവന്റെ കുടുംബം ചിലപ്പോൾ കൊച്ചിയിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള കുടുംബമായിരിക്കും. പക്ഷെ എന്റെ കുടുംബം ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായ ഒന്നാണ്. അതുകൊണ്ട് ഞങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യണ്ട. നമ്മുടെ ശക്തിക്ക് മുന്നിൽ അവരുടെ കോണ്ടാക്റ്റുകൾ ഒന്നുമല്ല. ആര്യന്റെ ദേഷ്യം കണ്ട വിശ്വനാഥൻ വിനയത്തോടെ പറഞ്ഞു, നീ പറഞ്ഞ ശരിയാണ്, അവർ നമുക്കൊന്നുമല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാ,
നീ നിന്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ഫാമിലിയുടെ പവർ ഉപയോഗിക്കാൻ പോവാണോ? അത് കേട്ട് ആര്യൻ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, അതെ അങ്കിൾ, ഇതെന്റെ പേഴ്സണൽ പ്രോബ്ലം തന്നെയാണ്. അതുകൊണ്ട് ഞാനിത് സ്വയം പരിഹരിച്ചോളാം. എന്റെ കുടുംബത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചഴക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ എന്നോടും ജാൻവിയോടും ചെയ്തതിനുള്ള ശിക്ഷ ഞാൻ അവന് കൊടുത്തോളാം. അപ്പോൾ വിശ്വനാഥൻ പറഞ്ഞു, ആയിക്കോട്ടെ, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഞാൻ രാഹുലിനെ നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അവനെ എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിച്ചാൽ മതി. പക്ഷെ ഞാൻ ഇപ്പോഴും ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു, നിനക്കവനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യാൻ നമുക്ക് ഒരുപാട് ആളുകൾ വേറെയുണ്ട്. നീ അത് ചെയ്യണ്ട. ആര്യൻ അതിന് മറുപടി പറയുന്നതിന് മുൻപ് വിശ്വനാഥന്റെ ഫോൺ റിംഗ് ചെയ്തു. അത് രാഹുലിന്റെ നീക്കങ്ങൾ അറിയാൻ അയാൾ ഏൽപ്പിച്ച ഒരാളായിരുന്നു. അയാൾ വേഗം ഫോൺ എടുത്തുകൊണ്ട് ചോദിച്ചു, എന്താണ് കാര്യം? അപ്പോൾ അപ്പുറത്ത് നിന്നും മറുപടി വന്നു, സാർ, രാഹുലിനെ കാണാനില്ല. വിശ്വനാഥൻ ദേഷ്യത്തോടെ അലറി, കാണാനില്ലെന്നോ? അതെങ്ങനെ സംഭവിച്ചു? നിങ്ങളെല്ലാം അവിടെ എന്തെടുക്കുകയായിരുന്നു? അപ്പോൾ അപ്പുറത്ത് നിന്നും അയാൾ പറഞ്ഞു, സാർ, രാഹുൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോഴാണ് രണ്ടുപേർ ഒരു ബ്ലാക്ക് സ്കോർപിയോയിൽ അവനെ കാണാൻ വന്നത്. അവൻ അവരുടെ കൂടെ അതിൽ കയറിപ്പോയി. ഞങ്ങൾ അവന്റെ പിന്നാലെ ഫോളോ ചെയ്തതായിരുന്നു. പക്ഷേ നമ്മൾ അവനെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അവർ കാർ ഫോർട്ട് കൊച്ചിയുടെ അങ്ങോട്ട് വിട്ടെങ്കിലും പിന്നെ ഇടവഴിയിൽ എവിടെയോ വെച്ച് അവരെ കാണാതായി. ഞങ്ങൾ ഒരുപാട് തെരഞ്ഞെങ്കിലും പിന്നെ അവരെ കണ്ടെത്താനായില്ല. വിശ്വനാഥൻ ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ലല്ലോ. അതും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ആര്യനോട് പറഞ്ഞു, രാഹുൽ രക്ഷപ്പെട്ടു. എന്റെ ആളുകൾ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനവരെ വിദഗ്ധമായി കബളിപ്പിച്ച് കടന്നു കളഞ്ഞു. അവനെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ എം സോറി ആര്യൻ, ഇതെന്റെ തെറ്റാണ്. എന്റെ ആളുകൾക്ക് അവനെ പിടിക്കാനായില്ല. ഇത് കേട്ട ആര്യൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ തെറ്റല്ല, എന്റെ തെറ്റാണ്. ഞാൻ എന്റെ അപ്പോഴത്തെ ദേഷ്യത്തിൽ അവനെ വിളിച്ച് ഒരുപാട് ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പൊ തന്നെ അവൻ അപകടം മണത്തു. അതാണ് എലി മാളത്തിൽ ഓടിക്കുന്നത് പോലെ അവൻ ഓടി ഒളിച്ചത്. പക്ഷെ ഇങ്ങനെ ഓടി എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാമെന്ന് അവൻ വിചാരിച്ചോ? അപ്പോൾ വിശ്വനാഥൻ പറഞ്ഞു, എനിക്കൊരു ചാൻസ് കൂടി താ ആര്യൻ. ഞാൻ അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കൊള്ളാം. ഇത്തവണ എനിക്കൊരു തെറ്റുപറ്റില്ലെന്ന് വാക്ക് തരുന്നു. അങ്കിളിന്റെ ആളുകൾക്ക് ഈ ഒരുത്തനെ പോലും ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലേ എന്ന് ആര്യന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അങ്കിളിനോട് ദേഷ്യപ്പെടണ്ടെന്ന് വിചാരിച്ച് അവൻ പറഞ്ഞു, അത് സാരമില്ല അങ്കിൾ, രാഹുലിനെ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാം. അതും പറഞ്ഞ് ആര്യൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ പുറത്ത് മാഗി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളോട് പറഞ്ഞു, ആ രാഹുൽ അങ്കിളിന്റെ ആളുകളെ പറ്റിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. നിനക്കവനെ കണ്ടെത്താൻ സാധിക്കുമോ? മാഗി അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു, ഇല്ല. മാഗി അവനെ ധിക്കരിച്ചത് കണ്ട് ആര്യൻ അത്ഭുതം തോന്നി. അവൻ ചോദിച്ചു, നിനക്കിത് ചെയ്യാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? മാഗി പറഞ്ഞു, എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നതല്ല ഇവിടെ പ്രശ്നം. ഞാൻ നിങ്ങളുടെ ബോഡി ഗാർഡാണ്. അതുകൊണ്ട് നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ ആര്യൻ പറഞ്ഞു, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അർജുനെ നമ്മൾ പിടിച്ചത് കൊണ്ട് രാഹുൽ സ്വയം സംരക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് അപകടമൊന്നുമില്ല. മാഗി പറഞ്ഞു, തൽക്കാലം ഈ സിറ്റുവേഷൻ മനസ്സിലാക്കണം സാർ. ശത്രു ഒളിച്ചിരിക്കുമ്പോൾ സാർ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുകയാണ്. ഒളിച്ചിരിക്കുന്ന ശത്രു നമുക്ക് കൂടുതൽ അപകടകാരിയാണ്. അയാൾ എപ്പോ എവിടെ നിന്ന് വരുമെന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോവില്ലെന്ന് പറഞ്ഞത്. മാഗിയോട് എന്ത് പറയണമെന്നറിയാതെ ആര്യൻ നിന്നു. അവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവൾ പോവില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് അവളോട് ആര്യന് ദേഷ്യമൊന്നും തോന്നിയില്ല. അവസാനം അവൻ നിസ്സഹായതയോടെ പറഞ്ഞു, ഓക്കെ, എങ്കിൽ നമുക്ക് കോളേജിലേക്ക് തന്നെ തിരികെ പോവാം. രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം വിശ്വനാഥനങ്ങൾ നടത്തിക്കോളും. നമുക്ക് കോളേജിലേക്ക് തിരികെ പോകാൻ പറ്റില്ല സാർ. മാഗിയുടെ മറുപടി കേട്ട ആര്യൻ അത്ഭുതത്തോടെ ചോദിച്ചു, അതെന്താ നമുക്ക് പോയാ? കാരണം നിങ്ങൾ ബോയ്സ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവിടെ എനിക്ക് പ്രവേശനം ഉണ്ടാവില്ല. നിങ്ങളെ അവിടെ തനിച്ചാക്കാനും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ റിസോർട്ടിൽ തന്നെ താമസിച്ചാൽ മതി. ആര്യൻ മാഗിയോട് മറുപടി പറയുന്നതിന് മുൻപായി അവന്റെ ഫോണിൽ ജാൻവിയുടെ കോൾ വന്നു. അവൻ വേഗം തന്നെ ഫോൺ എടുത്തുകൊണ്ട് ചോദിച്ചു, ആർ യു ഓക്കെ? അവനുള്ളിൽ എന്തോ ഭയം തോന്നിപ്പോയി. അപ്പോൾ ജാൻവി പേടിയോടെ പറഞ്ഞു, ആരോ എന്നെ വാച്ച് ചെയ്യുന്നത് പോലെ തോന്നുന്നു. ഇത് കേട്ട ആര്യൻ ടെൻഷനായി. അവൻ പറഞ്ഞു, നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആര്യൻ ഫോൺ കട്ട് ചെയ്ത് മാഗിയോട് പറഞ്ഞു, ജാൻവിയുടെ ജീവൻ അപകടത്തിലാണ്. അവളെ അങ്ങനെ ഹോസ്റ്റലിൽ നിർത്താൻ പാടില്ലായിരുന്നു. നമുക്ക് പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാം. അവർ വേഗം അവിടെ നിന്ന് ഇറങ്ങി. മാഗിയായിരുന്നു കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. യാത്രയിലുടനീളം ആര്യൻ കാര്യമായ ചിന്തയിലായിരുന്നു. രാഹുലിന്റെ തിരോധാനം ആര്യനിലൊരു പേടിയുണ്ടാക്കി. അവന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. അവൻ മാഗിയോട് പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇത്ര ആശങ്ക തോന്നിയിട്ടില്ല. എനിക്ക് എന്നെക്കുറിച്ച് ഓർത്തല്ല, ജാൻവിയെ കുറിച്ച് ഓർത്താണ് പേടി.
രാഹുൽ എപ്പോ എവിടെ നിന്നാണ് ആക്രമിക്കുക എന്ന് പറയാൻ പറ്റില്ല. അത് കേട്ട മാഗി ആര്യനോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തെ അറിയിച്ചാലോ? അവരോടൊരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ രാഹുലിന്റെ കാര്യം അവര് നോക്കിക്കോളും. എന്റെ കുടുംബത്തിന്റെ നിയമങ്ങൾ എത്ര കർശനമാണെന്ന് നിനക്കറിയില്ലേ? ജീവിതത്തെ നേരിടാൻ, ജീവിതം എങ്ങനെയെന്ന് പഠിക്കാൻ അവരെന്നെ 6 വർഷം തെരുവിൽ ഉപേക്ഷിച്ചു. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ ഞാൻ അവരോട് സഹായം ചോദിച്ചാൽ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കൈകാര്യം ചെയ്യാൻ ഞാൻ അർഹനല്ല എന്ന് അവർക്ക് തീർച്ചയായും തോന്നും. ഇത് കേട്ട മാഗി നിശബ്ദയായി നിന്നു. ആര്യൻ വീണ്ടും തന്റെ ചിന്തകളിൽ മുഴുകി. ഇതിന്റെ എല്ലാം ഇടയിൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ ആലോചിച്ചു. അവനൊരു സാധാരണ മനുഷ്യന്റെ ജീവിതം ജീവിക്കാൻ മാത്രമാണ് ആഗ്രഹിച്ചത്. ഈ ഷോ ഓഫ്, ഈ പണം, ഈ സ്വത്തുക്കൾ, ഇവയിലൊന്നിലും അവന് താല്പര്യമില്ലായിരുന്നു. എങ്കിലും അവൻ ഇതെല്ലാം ചെയ്യുകയായിരുന്നു. കാരണം ചില കാര്യങ്ങൾ ശരിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുടുംബത്തിലെ തന്റെ സ്ഥാനം ഇപ്പോൾ നഷ്ടപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. ആര്യൻ ജാൻവിയുടെ ഹോസ്റ്റലിലെത്തുമ്പോൾ അവൾ വളരെ നെർവസ് ആയിരുന്നു. ആര്യൻ അവളോട് ചോദിച്ചു, നിന്നെ ആരോ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നാൻ കാരണം എന്താണ്? ജാൻവി പറഞ്ഞു, ഞാൻ ജനലിന് സമീപം നിൽക്കുമ്പോൾ അവിടെ നിന്ന് ആരോ ഇവിടേക്ക് തന്നെ തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു. അത് കേട്ട മാഗി പറഞ്ഞു, അത് നിനക്ക് തോന്നിയതാവും. മാഗിയുടെ വാക്കുകേട്ട ജാൻവി മിണ്ടാതെ നിന്നു. ആര്യൻ പറഞ്ഞു, ഏതായാലും ജാൻവി ഇനി ഇവിടെ നിർത്തുന്നത് സുരക്ഷിതമല്ല. അവൻ ജാൻവിയോട് പറഞ്ഞു, ഒരു 2 ജോഡി ഡ്രസ് എടുത്തോ. നീ എന്റെ കൂടെ റിസോർട്ടിൽ താമസിച്ചാൽ മതി ഇനി കുറച്ച് ദിവസം. ജാൻവി ആര്യനോട് ചോദിച്ചു, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇവിടെ താമസിക്കുന്നതിൽ നല്ലത് അങ്ങോട്ട് പോകുന്നതാണ്. ജാൻവി മിണ്ടാതെ തലകുനിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. തിരിച്ചു പോകുമ്പോൾ കാർ ആര്യനായിരുന്നു ഓടിച്ചിരുന്നത്. അവർ ഹോസ്റ്റലിൽ നിന്ന് നേരെ റിസോർട്ടിലേക്ക് പോകുന്നതിന് പകരം ആര്യൻ കാർ സിറ്റി ബാങ്ക് ബ്രാഞ്ചിലേക്ക് തിരിച്ചു. മാഗി ചോദിച്ചു, നമ്മൾ വേറെ എവിടെയെങ്കിലും പോവുകയാണോ? ആര്യൻ പറഞ്ഞു, അതെ, സിറ്റി ബാങ്കിലേക്ക്. ഞാൻ കാറിൽ തന്നെ ഇരിക്കും. നീ അകത്ത് ചെന്നിട്ട് 20 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് എടുക്കണം. മാഗി സമ്മതിച്ചു. കുറച്ച് സമയത്തിനുള്ളിൽ ആര്യൻ സിറ്റി ബാങ്കിന്റെ മുമ്പിൽ കാർ നിർത്തി. മാഗി ഇറങ്ങിക്കൊണ്ടിരിക്കെ ആര്യനോട് ചോദിച്ചു, കാർ ലോക്ക് ചെയ് സാർ. എന്തു വന്നാലും ദയവ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. മാഗിക്ക് അവനെക്കുറിച്ചുള്ള കരുതൽ എത്രത്തോളമാണെന്ന് അറിയുന്നത് കൊണ്ട് അവൻ സമ്മതിച്ചു. മാഗി പോയി അതേ വേഗത്തിൽ തന്നെ മടങ്ങിയെത്തി. കാരണം ആര്യൻ ബാങ്കിലേക്ക് നേരത്തെ തന്നെ വിളിച്ചിരുന്നത് കൊണ്ട് അവർ പണം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആര്യൻ എപ്പോഴും കാർ റിസോർട്ടിലേക്ക് തിരിക്കാതെ നേരെ പോയി. അപ്പോൾ മാഗി അത്ഭുതത്തോടെ ചോദിച്ചു, സാർ, നമ്മൾ റിസോർട്ടിലേക്കല്ലേ പോകുന്നത്? ഈ സമയത്ത് ഇങ്ങനെ നടക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന് അറിയുന്നതല്ലേ? ആര്യൻ പറഞ്ഞു, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകുന്നത്. മാഗി വീണ്ടും ചോദിച്ചു, പക്ഷേ ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഐ ഓഫ് ഡാർക്ക് നൈറ്റ്. മാഗി ആ പേര് കേട്ട് ഞെട്ടി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഐ ഓഫ് ഡാർക്ക് നൈറ്റ് എന്ന പേര് കേട്ട് ജാൻവിയും ഒന്ന് പേടിച്ചു, പക്ഷെ അവളും ഒന്നും പറഞ്ഞില്ല. കുറച്ചു സമയത്തിനകം ആര്യൻ ജാൻവിയോടും മാഗിയോടുമൊപ്പം ഐ ഓഫ് ഡാർക്ക് നൈറ്റ് എന്ന നിശാ ക്ലബും ബാറും അടങ്ങിയ ആ സ്ഥാപനത്തിന് മുൻപിലെത്തി. ഈ സമയത്ത് പുറത്തുനിന്ന ബൗൺസർ അവരെ തടയാൻ ശ്രമിച്ചില്ല. ആര്യൻ അവരെ ഇരുവരെയും അകത്തേക്ക് കൊണ്ടുപോയി. ജാൻവി അകത്ത് കയറിയപ്പോൾ പഴയ ഓർമ്മകൾ വന്നു. അവൾ ആകെ അസ്വസ്ഥയായി. അവൾ ചോദിച്ചു, നീ എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? എനിക്കിവിടെ ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം നിന്നെ ആർക്കും തൊടാൻ പോലും സാധിക്കില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നെ ഒറ്റയ്ക്കാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. വേഗം തന്നെ ഇവിടെ നിന്ന് പോവാം. പേടിക്കാതെ ആത്മവിശ്വാസത്തോടെ അകത്തിരിക്കെ. ആര്യൻ അവളെ സമാധാനിപ്പിച്ചു. അവന്റെ വാക്കുകൾ കേട്ട ജാൻവി ഒന്ന് മൂളി. അതിനുശേഷം മാഗി ആര്യനോട് ചോദിച്ചു, നമ്മളിവിടെ എന്തിനാണ് വന്നത്? എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാം. ഇവിടെ വളരെ മോശമായ സ്ഥലമാണ്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഇത് പ്രശ്നമാണ്. ആര്യൻ മാഗിയോട് പറഞ്ഞു, നിനക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാലോ. ഏതൊരാളെക്കുറിച്ച് അറിയണമെങ്കിലും ഇവിടെ വന്നാൽ മതി. അതൊരു രാഷ്ട്രീയക്കാരനാകട്ടെ, മാഫിയ ഡോൺ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ടൈക്കോൺ ആയിക്കോട്ടെ. അത് കേട്ട മാഗി പറഞ്ഞു, അതെ, അതെല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സ്ഥലം നിങ്ങൾക്ക് സുരക്ഷിതമല്ലെന്ന്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊരു ബാറാണെങ്കിലും സത്യത്തിൽ ആളുകളുടെ വിവരങ്ങൾ പണത്തിന് വേണ്ടി വിൽക്കുന്ന സ്ഥലമാണിത്. അവർ പണം വാങ്ങി നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും കൈമാറും. ആര്യൻ കുറച്ചു നേരത്തേക്ക് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, എന്തും സംഭവിക്കാം. പക്ഷേ ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ ഇതാണ് നല്ലത്. ഒട്ടും സമയം കളയാനില്ല. ആര്യനകത്ത് കയറിയപ്പോൾ ഐ ഫോർ ഡാർക്ക് നൈറ്റിന്റെ മാനേജറായ വൈഗ ബാർ കൗണ്ടറിൽ നിൽക്കുകയും ആളുകൾക്ക് ഡ്രിങ്ക്സ് തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവൾ ആ സ്ഥാപനത്തിന്റെ ഓണർ കൂടെയാണ്. അവളോടത്തെ ഓണറായിട്ടും അവൾ എന്തിനാണ് ഒരു ബാർ മാനേജറായി ജോലി ചെയ്യുന്നതെന്ന് ആര്യൻ ഒരിക്കലും മനസ്സിലായിട്ടില്ല. പിന്നെ ആര്യൻ വിചാരിച്ചു അവൾക്ക് ആ ജോലി ഇഷ്ടമായിരിക്കുമെന്ന്. ദൂരത്ത് നിന്ന് വൈഗയും ആര്യനെ ശ്രദ്ധിച്ചു.
അവൾ ഉടനെ ബാർ കൗണ്ടറിന് പിന്നിൽ നിന്ന് പുറത്തു വന്നു. അവൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന പഴയ സുഹൃത്തിനെ പോലെ ആര്യനെ കെട്ടിപ്പിടിച്ചപ്പോൾ ആര്യന് തൊട്ടും നല്ലതായി തോന്നിയില്ല. പക്ഷെ അവനൊന്നും പ്രതികരിച്ചില്ല. വൈഗ പറഞ്ഞു, ഹലോ, നീ വീണ്ടും ഇവിടേക്ക് വന്നപ്പോ എനിക്ക് എത്ര സന്തോഷമായിരുന്നു. എവിടെയായിരുന്നു ഇത്ര ദിവസം? നിന്നെ കാത്തു നിന്ന് ഞാൻ ക്ഷീണിച്ചു. ഇപ്പോൾ അവൾ തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്റെ കയ്യിലുള്ള പണം കാരണമാണെന്നത് ആര്യന് നന്നായി മനസ്സിലായിരുന്നു. വൈകി അപ്പോൾ ജാൻവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നീയും ഉണ്ടായിരുന്നോ? ഇപ്പോ വലിയ ആളായിപ്പോയല്ലോ. ജാൻവി മറുപടി ഒന്നും പറയാതെ മുഖം തിരിച്ചു. വൈകിയുടെ വാക്കുകളിൽ ഒളിച്ചിരിക്കുന്ന പരിഹാസം അവർക്ക് വ്യക്തമായി മനസ്സിലായി. വൈകി അവളെ ആര്യന്റെ കാമുകിയെന്ന് കളിയാക്കിക്കൊണ്ട് വിളിക്കുകയായിരുന്നു. ആര്യന് അവളുടെ സംസാരം കേട്ട് ദേഷ്യം തോന്നിയെങ്കിലും ആ സമയത്ത് അവളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനം അവളിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ ലഭിക്കുന്നതാണെന്ന് ചിന്തിച്ച് അവനൊന്നും പറഞ്ഞില്ല. കൂടുതൽ സമയം പാഴാക്കാതെ ആര്യൻ അവളോട് നേരെ ചോദിച്ചു, ഇവിടെ നിന്നും ഒരു വിവരമറിയാൻ വേണ്ടിയാണ് വന്നത്. വൈകി വേഗം പറഞ്ഞു, ആ വ്യക്തി കൊച്ചിയിലുള്ളതാണെങ്കിൽ അത് ജീവിച്ചിരിക്കുന്നതായാലും അല്ലെങ്കിലും എല്ലാ വിവരങ്ങളും ലഭിക്കും. ആരെക്കുറിച്ചാണ് അറിയേണ്ടെന്ന് പറയൂ. ആര്യൻ ആ പേര് പറഞ്ഞപ്പോൾ വൈകിയുടെ മുഖം പെട്ടെന്ന് മാറി. രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താനാവുമോ? ആ ബാറിൽ എന്തെങ്കിലും അപകടമുണ്ടാവും. അധ്യായം 42. ആര്യൻ ഐ ഓഫ് ഡാർക്ക് നൈറ്റ് എന്ന ബാറിൽ വൈകിയുടെ മുൻപിലിരുന്നു. ആര്യൻ വൈകിയോട് രാഹുൽ എന്ന ആളെക്കുറിച്ച് വിവരങ്ങൾ അറിയണമെന്ന് പറഞ്ഞപ്പോൾ വൈകി ഒന്ന് ഞെട്ടി. അവൾ അവനോട് തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ കോളേജിൽ പഠിച്ച രാഹുലിനെ കുറിച്ചാണോ ചോദിച്ചേ? R&R ബിൽഡേഴ്സ് ഉടമയുടെ ഏകമകൻ? ആര്യൻ പറഞ്ഞു, അതെ, അവൻ തന്നെ. അപ്പോൾ വൈഗ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ നിങ്ങളുടെ കോളേജിൽ പഠിച്ചിരുന്നുവല്ലേ? അവൻ വളരെ അഹങ്കാരിയും ക്രിമിനലുമാണെന്ന് കേട്ടിട്ടുണ്ട്. ആര്യൻ പറഞ്ഞു, എനിക്ക് അവന്റെ വിവരങ്ങൾ പെട്ടെന്ന് തന്നെ വേണം. നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം എത്രയാണെങ്കിലും ഞാൻ തരാം. വൈഗ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്തിനാണ് എനിക്ക് പണം തരുന്നത്? നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമല്ലേ. എല്ലാം ഞാൻ നോക്കിക്കോളാം. ആര്യന്റെ സമ്പത്തിനെ കുറിച്ചും പ്രശസ്തിയെക്കുറിച്ചുമെല്ലാം വൈകിക്ക് അറിയാമായിരുന്നു. അർജുന്റെ മുഴുവൻ ബിസിനസ് സാമ്രാജ്യവും ഒറ്റ രാത്രി കൊണ്ട് തകർത്ത് അവനെ ജയിലിലാക്കിയ കഥയും കേട്ട് അവൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ സന്തോഷിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണെന്ന് വൈഗ മനസ്സിലാക്കി. ആര്യൻ അവളോട് പറഞ്ഞു, നമുക്ക് ചിലപ്പോ ഒരുപാട് കാലം ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതായി വരും. അതുകൊണ്ട് നീ പണം വാങ്ങണം. എനിക്കൊരു ജോലിയും ആരും ഫ്രീ ആയി ചെയ്തു തരണ്ട. ഇക്കാര്യത്തിൽ ആര്യനോട് തർക്കിച്ചിട്ട് ഫലമില്ലെന്ന് വൈകിക്ക് മനസ്സിലായി. അവൾ വിനയത്തോടെ പറഞ്ഞു, എങ്കിൽ 10 ലക്ഷം രൂപയായിക്കോട്ടെ. ആര്യൻ ഒരു മടിയും കൂടാതെ 10 ലക്ഷം രൂപയെടുത്ത് വൈകിക്ക് നേരെ നീട്ടി. അവളത് വാങ്ങിക്കൊണ്ട് ചോദിച്ചു, അവനെക്കുറിച്ച് എന്താണ് നിനക്ക് അറിയേണ്ടത്? അവനിപ്പോ എവിടെയാണെന്ന് അറിയണം. കാരണം അവനെ കാണുവാനില്ല. ആര്യൻ പറഞ്ഞത് കേട്ട് വൈഗ അത്ഭുതപ്പെട്ടു. അവനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ആര്യൻ അതിന് മറുപടി നൽകാതെ അവളോട് ചോദിച്ചു, ഇത് കണ്ടുപിടിക്കാൻ നിനക്ക് എത്ര സമയം വേണം? വൈഗ പറഞ്ഞു, അതവൻ എത്ര ദൂരം പോയെന്നും എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നതിനെയും അനുസരിച്ചിരിക്കും. എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ വേണം. എന്നിട്ട് അവന്റെ ലൊക്കേഷൻ എനിക്ക് അയക്കേ. അതും പറഞ്ഞ് ആര്യൻ ടേബിളിൽ നിന്നും എഴുന്നേറ്റു. അവൻ മാഗിയോടും ജാൻവിയോടും അവന്റെ കൂടെ അവിടെ നിന്നും എഴുന്നേൽക്കാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ശേഷം അവർ 3 പേരും പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് റിസോർട്ടിലെത്തിയപ്പോഴേക്കും സമയം ഉച്ചയായിരുന്നു. ആര്യൻ അവരോട് 2 പേരോടും മുറിയിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതിന് ശേഷം ഫോൺ എടുത്ത് ഒരു കോൾ ചെയ്തു. അപ്പോൾ ഉറക്കപ്പിച്ചിൽ ഒരാൾ അപ്പുറത്തു നിന്നും ദേഷ്യത്തോടെ ചോദിച്ചു, ആരാണ് ഈ നേരത്ത്? ആര്യൻ അതിന് മറുപടി പറയാതെ അങ്ങോട്ട് ചോദിച്ചു, വിഷ്ണുവാണോ ഇത്? അപ്പോൾ മറുവശത്തുള്ള ആൾ അസ്വസ്ഥതയോടെ ചോദിച്ചു, ഇത്ര രാവിലെ തന്നെ എന്റെ പേരറിയാനാണോ വിളിച്ചുണർത്തിയത്? അത് വിഷ്ണു ആയിരുന്നു. അന്ന് നീരവിനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവന്റെ ഫോൺ ട്രേസ് ചെയ്യാൻ ആര്യൻ ഏൽപ്പിച്ചിരുന്ന അതേ വിഷ്ണു തന്നെയായിരുന്നു ഇത്. അവനൊരു കമ്പ്യൂട്ടർ ജീനിയസ് ആണ്. അവൻ രാത്രി ലേറ്റായി ജോലിയെടുത്ത് രാവിലെ വൈകി എഴുന്നേക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും രാവിലെ അവന്റെ ഉറക്കം കളഞ്ഞ അവന് ദേഷ്യം വരും. ആര്യന്റെ നമ്പർ ഫോണിൽ സേവ് ചെയ്തിട്ടില്ലായിരുന്നത് കൊണ്ട് തന്നെ വിഷ്ണുവിന് ആളെ മനസ്സിലായിരുന്നില്ല. അതുകൊണ്ടും കൂടെയാണ് അവൻ ദേഷ്യപ്പെട്ടത്. അപ്പോൾ ആര്യൻ പറഞ്ഞു, ആര്യനാണ് സംസാരിക്കുന്നത്. ആര്യൻ എന്ന പേര് കേട്ടതും വിഷ്ണു ഉറക്കത്തിൽ നിന്നും അറിയാതെ എഴുന്നേറ്റ് പോയി. കോളേജിൽ ലക്ഷറി കാർ കൊണ്ടുവന്നതും പിന്നെ അർജുനുമായുള്ള പ്രശ്നവുമെല്ലാം അറിഞ്ഞതിനു ശേഷം ആര്യന്റെ ഇമേജ് കോളേജിൽ മൊത്തത്തിൽ മാറിയിരുന്നു. അവനൊരു കോടിപതിയാണെന്ന് എല്ലാവരും അറിഞ്ഞു. അപ്പോൾ വിഷ്ണു വിനയത്തോടെ പറഞ്ഞു, ഹലോ ആര്യൻ, എന്താ ഇത്ര നേരത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, ഇതത്ര നേരത്തെ ഒന്നുമല്ല. ഇപ്പൊ തന്നെ സമയം ഉച്ചയായിട്ടുണ്ട്.
എന്തായാലും എനിക്ക് ഒരിക്കൽ കൂടെ നിന്റെ സഹായം ആവശ്യമുണ്ട്. നിനക്ക് തെരുവുകളിലുള്ള CCTV ക്യാമറകൾ ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നല്ലേ നീ അന്ന് എന്നോട് പറഞ്ഞിരുന്നത്? ആര്യന്റെ വാക്കുകൾ കേട്ട വിഷ്ണു പറഞ്ഞു. അതെ, കഴിയും. പക്ഷെ അതിന് വേണ്ട സിസ്റ്റവും കാര്യങ്ങളും ഒന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല. എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് നിനക്ക് അതിനു വേണ്ടി വേണ്ടത്? നീ സ്റ്റാർ മൂൺ റിസോർട്ടിലേക്ക് വാ, നിനക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ടാവും. ആര്യൻ പറഞ്ഞത് കേട്ട് വിഷ്ണു ഒന്ന് സംശയിച്ചു നിന്നു. ശരിക്കും ഞാൻ അവിടേക്ക് വരണോ? എനിക്ക് എന്റെ ഈ മുറി വിട്ട് ഇറങ്ങുന്നത് തന്നെ ഇഷ്ടമല്ല. നിനക്കിതിന് പകരമായി ഞാൻ 1 ലക്ഷം രൂപ തരാം. ആര്യൻ പറഞ്ഞത് കേട്ട് വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആര്യൻ ഒന്നുകൂടെ കൂട്ടി. 2 ലക്ഷം രൂപയും ഒരു 5 സ്റ്റാർ ലഞ്ചും തരാം. അത് കേട്ടതോടെ വിഷ്ണു വേഗം പറഞ്ഞു, എന്നാ 5 സ്റ്റാർ ഡിന്നർ കൂടെ. ആര്യൻ പൊട്ടിച്ചിരിച്ചു. ഓക്കെ ഡീൽ, നീ വേഗം റെഡിയാവ്. നിനക്ക് പോരാനുള്ള കാറ് ഞാൻ അയക്കാം. അതും പറഞ്ഞ് ആര്യൻ ഫോൺ വെച്ചു. വിഷ്ണു സന്തോഷത്തോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഡ്രസ്സ് മാറ്റാൻ തുടങ്ങി. സത്യത്തിൽ ആര്യൻ മുമ്പ് കൊടുത്ത പണമെല്ലാം വിഷ്ണു ദൂർത്തടിച്ച് കഴിഞ്ഞിരുന്നു. വീണ്ടും നൂഡിൽസും ഡ്രിങ്ക്സും മാത്രമായി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഓഫർ. നല്ല ഫുഡ് എന്നത് എന്നും അവനൊരു വീക്ക്നെസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 5 സ്റ്റാർ ഫുഡ് എന്ന് കേട്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു. പണത്തിനേക്കാൾ ഉപരി വിഷ്ണുവിന്റെ ഇൻട്രസ്റ്റ് ഭക്ഷണത്തിലായിരുന്നു. അതേസമയം രാഹുൽ ഒരു നീണ്ടു മെലിഞ്ഞൊരാളുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അയാളുടെ ഫീച്ചേഴ്സിലും ബോഡി ലാംഗ്വേജിലും എല്ലാം ഒരു സ്ത്രീത്വം ഉണ്ടായിരുന്നെങ്കിലും അയാളുടെ കണ്ണുകളിൽ അങ്ങേയറ്റം ക്രൂരതയുണ്ടായിരുന്നു. അയാൾ മെല്ലെ ഒരു വിരൽ കൊണ്ട് രാഹുലിന്റെ മുഖത്ത് തഴുകിക്കൊണ്ട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് കുഞ്ഞേ? യു ആർ എ ഹാൻസം ബോയ്. പറ, ആരാണ് നിന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത്? എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അയാളുടെ ശബ്ദം സ്ത്രീകളെ പോലെ ശാന്തവും എന്നാൽ ഹൈ പിച്ചുള്ളതുമായിരുന്നു. അയാളുടെ ഒരു കൈയിലെ 3 വിരലുകൾ നഷ്ടപ്പെട്ടിരുന്നു. അയാൾ എത്ര ക്രൂരനാണെന്ന് രാഹുലിന് നന്നായി അറിയാമായിരുന്നു. അവൻ പേടിയോടെ പറഞ്ഞു, ചേട്ടാ, ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആ ആര്യനാണ് എന്റെ എല്ലാം നശിപ്പിച്ചത്. ആദ്യം അവൻ എന്റെ ഗേൾഫ്രണ്ടിനെ എന്നിൽ നിന്നും അകറ്റി. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചു. അതിനുശേഷം അവൻ കേവലം ഒരു പെണ്ണിന് വേണ്ടി അർജുനെ മുഴുവനായി തകർത്തു. അപ്പോൾ അയാൾ വായുവിൽ വിരലുകൾ കറക്കിക്കൊണ്ട് ചോദിച്ചു, അർജുൻ? രാഹുൽ അതിന് മറുപടി കൊടുത്തു, യെസ്, അർജുൻ വർമ്മ, സിറ്റിയിലെ ഏറ്റവും വലിയ ബിസിനസ് ടൈക്കൂണുകളായ വർമ്മ ഗ്രൂപ്പിന്റെ ഉടമയുടെ മകൻ. നിങ്ങൾക്കും അവരുമായി ഡീലിംഗ്സ് ഉള്ളതല്ലേ? ആര്യൻ അവരുടെ ബിസിനസ് മുഴുവനായി തകർത്തു. നിങ്ങൾക്കും അവരുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെ അവൻ അറിയാം. എന്നാൽ അതെല്ലാം അറിഞ്ഞിട്ടും അവൻ അത് തകർത്തു. നിങ്ങൾക്കൊന്നും അവൻ യാതൊരു വിലയും നൽകുന്നില്ല. ഇത്തവണ അയാളുടെ മുഖഭാവം മാറി. ആരാണ് ഈ ആര്യൻ? ഞാൻ ഈ പേര് മുമ്പൊന്നും കേട്ടിട്ടില്ലല്ലോ. ഒറ്റ രാത്രി കൊണ്ട് എന്നെ വെല്ലുവിളിക്കാൻ മാത്രം വളർന്ന അവൻ ആരാണ്? ഞാൻ വിചാരിച്ചത് മിസ്റ്റർ വർമ്മയുടെ ബിസിനസ് തകർന്നത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നാണ്. എനിക്കും അതിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. രാഹുൽ വിശദീകരിച്ചു. ചേട്ടാ, ഈ ആര്യൻ മുമ്പൊരു ദരിദ്രനായിരുന്നു. പക്ഷെ ഈ അടുത്താണ് അവന് പെട്ടെന്ന് ഒരുപാട് പണം കിട്ടിയത്. അത് വെച്ചവൻ കോടികൾ വിലമതിക്കുന്ന കാറുകൾ വാങ്ങി, സ്റ്റാർ മൂൺ റിസോർട്ട് സ്വന്തമാക്കി. ഇപ്പൊ അവൻ ആരെയും പേടിയില്ല. ആ മുറിയിൽ വേറെയും ചിലരുണ്ടായിരുന്നു. അതിലൊരാൾ പറഞ്ഞു, സ്റ്റാർ മൂൺ റിസോർട്ട് എന്നത് കോടികൾ വില വരുന്ന മുതലാണ്. അതവൻ എങ്ങനെ വാങ്ങാൻ സാധിച്ചു? അത് മെഹ്റ ഗ്രൂപ്പിന്റെ ആയിരുന്നില്ലേ? മിസ്റ്റർ മെഹ്റ വലിയൊരു പുള്ളിയാണ്. അദ്ദേഹം എന്തിനാണ് അതുപോലൊരു പ്രോപ്പർട്ടി വിറ്റുകളഞ്ഞത്? രാഹുൽ ഒരു നിമിഷം മിണ്ടാതെ നിന്നതിന് ശേഷം തുടർന്നു, അയാൾ എന്തിനാണ് ആ റിസോർട്ട് അവന് വിറ്റതെന്ന് എനിക്കറിയില്ല. അവന്റെ ഗേൾഫ്രണ്ട് പങ്കെടുക്കുന്ന ഒരു ഫാഷൻ ഇവന്റ് അവിടെ വെച്ച് നടത്തിയിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. സത്യത്തിൽ ആ പെൺകുട്ടി ആദ്യം അർജുന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. ആര്യൻ അവന്റെ അടുത്തുനിന്ന് അവളെ തട്ടിയെടുത്തതാണ്. അവൻ ആ ഫാഷൻ ഇവന്റിന്റെ എല്ലാ ജഡ്ജസിനെയും വിലക്ക് വാങ്ങി അവളെ അതിൽ വിന്നറാക്കി. ആ ഇവന്റ് ആ റിസോർട്ടിൽ വെച്ചായിരുന്നു നടന്നത്. അതുകൊണ്ടായിരിക്കണം അവൻ ആ റിസോർട്ട് മുഴുവനായി വാങ്ങിയത്. അവൻ വെള്ളം പോലെയാണ് പണം ചെലവഴിക്കുന്നത്. എവിടെ നിന്നാണ് അവൻ ഇത്രമാത്രം പണം ലഭിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇതെല്ലാം കേട്ട ആ മനുഷ്യൻ വിചിത്രമായി കൈയടിച്ചുകൊണ്ട് പറഞ്ഞു, ഓഹോ, വാവ്, ഇൻട്രസ്റ്റിംഗ്. സിറ്റിയിൽ പുതിയ ചുവടുകളൊക്കെയാണല്ലോ. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ശേഷം അയാളുടെ ആളുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീയൊക്കെ എവിടെയായിരുന്നു? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ട് നീയൊന്നും അറിഞ്ഞില്ലേ? ആരാണ് ഇയാളെന്ന് കണ്ടെത്തണം. രാഹുൽ തുടർന്നു, അർജുൻ അവന്റെ കമ്പനിയിലെ എല്ലാ പണവും ഒരു പുതിയ ഫാഷൻ ക്ലോത്തിങ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതാണെന്ന് ആര്യൻ അറിയാമായിരുന്നു. അർജുൻ അതിനുവേണ്ടി സിറ്റി ബാങ്കിൽ നിന്നും വലിയൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആര്യൻ ഫാഷൻ കോമ്പറ്റീഷന്റെ റിസൾട്ട് അട്ടിമറിക്കുക മാത്രമല്ല ചെയ്തത്, അവന്റെ നിർബന്ധപ്രകാരം സിറ്റി ബാങ്ക് അർജുന്റെ ലോൺ ഉടനെ തിരിച്ചടയ്ക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി ബാങ്ക് അർജുന്റെ മുഴുവൻ പ്രോപ്പർട്ടികളും സീസ് ചെയ്ത് കളഞ്ഞു. നിങ്ങളൊക്കെ അവന്റെ കമ്പനിയിൽ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തിരുന്നല്ലേ?
നിങ്ങൾക്കൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ നഷ്ടമുണ്ടാവാൻ കാരണം ആ ആര്യനാണ്. ആ കോമ്പറ്റീഷനിൽ ആദ്യം അർജുൻ ജയിക്കുന്നത് പോലെ അവനൊരു കളി കളിച്ചു. അങ്ങനെ മാർക്കറ്റിൽ അവന്റെ കമ്പനിയുടെ വാല്യൂ വളരെ കൂടി. ശേഷം റിസൾട്ട് മാറി മറിഞ്ഞു. അതോടുകൂടി അർജുന്റെ മുഴുവൻ സമ്പാദ്യവും അതോടൊപ്പം അവന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവരുടെ പണവും നഷ്ടമായി. രാഹുൽ പറഞ്ഞതെല്ലാം കേട്ട ആ മാഫിയ ഡോൺ അയാളുടെ ആളുകളോട് പറഞ്ഞു, എന്തായാലും ആ ആര്യന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് കണ്ടെത്തണം. സിറ്റി ബാങ്കിനെയൊക്കെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല. സ്റ്റോക്ക് മാർക്കറ്റിലും അവൻ വലിയ ചുവടുകളാണ് വെക്കുന്നത്. പക്ഷേ എന്റെ അടുക്കൽ ഇതൊന്നും ചെലവാകില്ല. ഞാൻ ആരാണെന്ന് അവന് മനസ്സിലായിട്ടില്ല. എന്റെ പണം അങ്ങനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. അവന്റെ കയ്യിൽ നിന്ന് ആ പണം ഞാൻ തിരിച്ചു വാങ്ങിയിരിക്കും. അയാളെ പ്രകോപിപ്പിക്കുക എന്നതായിരുന്നു രാഹുലിന്റെ ഉദ്ദേശം. ആ പ്ലാൻ നടപ്പായതിൽ അവൻ മനസ്സിൽ സന്തോഷിച്ചു. മറുവശത്ത് ആര്യന്റെ കോളിന് ശേഷം വിഷ്ണു വേഗം ഷർട്ട് എടുത്തിട്ട് മുടി ചീകി ഷൂ എല്ലാം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി നിന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങി നടന്നതും വരാന്തയിൽ നിന്ന മറ്റു കുട്ടികളെല്ലാം അവനെ അത്ഭുതത്തോടെ നോക്കി. സാധാരണ വിഷ്ണു ആകെ കുഴഞ്ഞു മറിഞ്ഞാണ് നടക്കുക. വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ച് മുടിയൊന്നും ചെയ്യാതെ പൊട്ടിയ ചെരുപ്പുമിട്ടാണ് എപ്പോഴും അവനെ കാണുന്നത്. ഇന്നവൻ വെൽ ഡ്രസ്ഡായി വന്നപ്പോ എല്ലാവരും ഷോക്കായി. ഒരുത്തൻ അവനോട് ചോദിച്ചു, ബ്രോ ഇന്നെന്താ നല്ലൊരു ലുക്കിലാണല്ലോ, എങ്ങോട്ടാ പോക്ക്? വല്ല ഗേൾ ഫ്രണ്ടും സെറ്റായോ? അവളെ കാണാൻ പോവാണോ? അത് കേട്ട വിഷ്ണു പറഞ്ഞു, എന്റെ ഗേൾ ഫ്രണ്ട് എന്റെ കമ്പ്യൂട്ടറല്ലേ, എനിക്ക് മറ്റൊരു ഗേൾ ഫ്രണ്ടിന്റെ ആവശ്യമില്ല. ആര്യൻ എന്നെ സ്റ്റാർ മൂൺ റിസോർട്ടിൽ ഒരു ലഞ്ചിന് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. വിഷ്ണു പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അവന്റെ ഭാഗ്യത്തിൽ അവരെല്ലാം അസൂയപ്പെട്ടു. ഹോ, നിന്റെ ഒരു ടൈം മോനെ. നീ ആ റിസോർട്ടിലേക്ക് ലഞ്ചിന് പോവുകയാണെങ്കിൽ ഞങ്ങളെ കൂടി കൊണ്ടുപോകൂ. ഞങ്ങൾക്കും ആ റിസോർട്ട് കാണാനും അവിടുന്ന് ഭക്ഷണം കഴിക്കാനും ആഗ്രഹമുണ്ട്. അവരെല്ലാം മുമ്പ് ആര്യനെ ഒന്നുമല്ലാത്ത സമയത്ത് കളിയാക്കിയവരായിരുന്നു. അവരുടെ കൂടെ അവനെ നിൽക്കാൻ പോലും അവർ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ ആര്യന്റെ കയ്യിൽ പണം വന്നപ്പോ അവർക്കെല്ലാം അവനെ കൂടെ നിൽക്കണം. പക്ഷെ ആര്യൻ അവരെ ഒന്നും മൈൻഡ് ചെയ്തില്ല. എങ്കിലും അവർ എപ്പോഴും അവന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടന്നു. അവന്റെ ഇഷ്ടം നേടിയാൽ അവരുടെ ജീവിതം സെറ്റായി എന്നവർ വിശ്വസിച്ചു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പഠിത്തം കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലി കിട്ടുമോ എന്ന് പോലും അവർക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ ആര്യന്റെ സ്വന്തം ആളായാൽ പിന്നെ നല്ലൊരു ജോലിയും നല്ലൊരു ഭാവിയും ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. വിഷ്ണു എപ്പോഴും കമ്പ്യൂട്ടറിൽ ഇരിക്കുകയും വളരെ കെയർലെസ് ആയി നടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവനൊരു വിഡ്ഢിയായിരുന്നില്ല. അവൻ അവരോട് പറഞ്ഞു, ഞാൻ എന്തിന് നിങ്ങളെ കൊണ്ടുപോകണം? ആദ്യം അതിനു വേണ്ട യോഗ്യത ഉണ്ടാക്കിയിട്ട് വാ. വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട അവരെല്ലാം അസ്വസ്ഥരായി. അവരവനോട് തിരിച്ചു ചോദിച്ചു, എന്നാ നിനക്ക് ഹാക്കിംഗ് അല്ലാതെ എന്ത് യോഗ്യതയാണുള്ളത്? ആ, അത് തന്നെ എനിക്കുള്ള യോഗ്യത. അതിൽ നിങ്ങളൊന്നും കാണാത്ത പല കാര്യങ്ങളുണ്ട്. ഞാൻ പോയി വരാം, ഒട്ടും സമയം കളയാനില്ല. ആര്യൻ എനിക്ക് വേണ്ടി അയച്ച കാറ് താഴെ കാത്തിരിക്കുന്നുണ്ട്. ആര്യൻ അവന് വേണ്ടി കാർ വരെ അയച്ചിട്ടുണ്ടെന്ന് കേട്ട അവർ കൂടുതൽ അത്ഭുതപ്പെട്ടു. അവർ വിഷ്ണുവിന്റെ പിന്നാലെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ അവനെ കാത്ത് ഒരു ലക്ഷറി കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് അവർക്ക് കൂടുതൽ അസൂയയായി. ആര്യൻ വിഷ്ണുവിനെ കുറിച്ച് ഡ്രൈവർക്ക് വിവരം കൊടുത്തിരുന്നത് കൊണ്ട് തന്നെ അവനെ കണ്ടപ്പോൾ അയാൾക്ക് വേഗം മനസ്സിലായി. ഡ്രൈവർ വിഷ്ണുവിന് വേണ്ടി ഡോർ തുറന്നു കൊടുത്തു. അവൻ ഇത്രയും രാജകീയമായ പരിഗണന കിട്ടുന്നത് അവിടെ ചുറ്റുമുള്ളവർക്ക് ഒന്നും സഹിച്ചില്ല. ഡ്രൈവർ വിഷ്ണുവിനെ കൊണ്ട് സ്റ്റാർ മൂൺ റിസോർട്ടിൽ എത്തിയപ്പോൾ അവൻ അതിന്റെ ഭംഗി കണ്ട് അത്ഭുതപ്പെട്ടു. റിസപ്ഷനിൽ ഒരു പെൺകുട്ടി അവനെ വെൽക്കം ചെയ്തു. അവളുടെ സൗന്ദര്യം കണ്ട് തന്നെ വിഷ്ണു നോക്കി നിന്നുപോയി. അവൾ അവനെ ആര്യന്റെ ഓഫീസ് മുറിയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ അവിടെയുള്ള എല്ലാ പെൺകുട്ടികളും എത്ര സുന്ദരിമാരാണ് എന്നാണ് വിഷ്ണു നോക്കിയത്. വിഷ്ണുവിന് അവനേതോ സ്വർഗത്തിലെത്തിയ പോലെ തോന്നിപ്പോയി. അവന്റെ കൂടെയുള്ള പെൺകുട്ടി അവനെ ആര്യന്റെ ഓഫീസിൽ എത്തിച്ചതിന് ശേഷം തിരിച്ചു പോയപ്പോൾ അവൾ കൺമുമ്പിൽ നിന്നും മറയുന്നത് വരെ വിഷ്ണു അവളെ നോക്കിക്കൊണ്ട് നിന്നു. ആര്യൻ അവനെ നോട്ടം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആര്യൻ ദേഷ്യത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു, നീ എന്തിനാണ് അവളെ ഇങ്ങനെ നോക്കുന്നത്? വിഷ്ണു നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു, ഇത്രയും സുന്ദരികളായ പെൺകുട്ടികളെ ഞാൻ മുമ്പ് ഒന്നും കണ്ടിട്ടില്ല. നീ ഏതോ സ്വർഗത്തിലാണല്ലോ മോനെ നിൽക്കുന്നത്. പെട്ടത് അവൻ സ്വയം തിരുത്തിക്കൊണ്ട് പറഞ്ഞു, സോറി ആര്യൻ സാർ. ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, നമ്മൾ ക്ലാസ്മേറ്റ്സ് അല്ലേ, അതുകൊണ്ട് അത്ര ഫോർമൽ ആവണ്ട. ആര്യന്റെ മറുപടി കേട്ട വിഷ്ണുവിന് സന്തോഷമായി. ആര്യൻ പിന്നീട് ഗൗരവത്തോടെ പറഞ്ഞു, വിഷ്ണു, ഞാൻ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഹൈയസ്റ്റ് ഡെഫിനിഷൻ കമ്പ്യൂട്ടർ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വേഗം നിന്റെ വർക്ക് തുടങ്ങ്. ഒരാളെ ട്രേസ് ചെയ്യണം. എത്രയും പെട്ടെന്നായ അത്രയും നല്ലത്. വിഷ്ണു അപ്പോൾ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നോക്കി. അത് കണ്ട് അവന്റെ മുഖം ആകെ മാറി. അവൻ അറിയാതെ വാ തുറന്നു. നോ വേ, ഇതെങ്ങനെ? രാഹുൽ എവിടെയെന്ന് കണ്ടെത്താൻ ആര്യന് സാധിക്കുമോ?